ഒരിടവേളയ്ക്ക് ശേഷം കർണൻ സൂര്യപുത്രൻ എഴുതുന്ന മനോഹരമായൊരു കഥയാണ് ഒരു മരുഭൂമി കഥ. കർണന്റെ പ്രവാസ ജീവിതത്തിൽ നിന്നും അദ്ദേഹം കണ്ട അനുഭവിച്ച പല രംഗങ്ങളും ഈ കഥയിലുണ്ട്. ഇതിൽ കഥാപാത്രങ്ങൾ ഉപയോഗിക്കുന്ന പല ഇംഗ്ലീഷ് ഡയലോഗുകളും അറബി ഡയലോഗുകളും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാണ്. കർണൻ ഹൃദയം കൊണ്ടെഴുതിയ ഹൃദയം നിറക്കുന്ന മനോഹരമായ കഥ, ഒരു മരുഭൂമി കഥ. നിനക്ക് ടെൻഷനുണ്ടോ സുജി? കുവൈറ്റ് എയർപോർട്ടിൽ നിന്നും പുറത്തിടന്നിടൻ സുബൈറിക്ക ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളമാവുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടിയില്ല. നീ ആദ്യമായിട്ടൊന്നല്ലല്ലോ കുവൈറ്റിൽ ജോലിക്ക് വരുന്നത്, പിന്നെന്താ? പാർക്കിങ്ങിൽ നിർത്തിയിട്ട കാറിൽ സുബൈറിക്ക എൻ്റെ ബാഗ് എടുത്ത് വെച്ചു. അതല്ല, പുതിയ സ്ഥലമല്ലേ, അതിൻ്റെ ഒരു ടെൻഷൻ. ഞാനും കാറിൽ കയറി. എടാ, ആ വീട്ടിൽ നീ തനിച്ചൊന്നല്ല, വേറെയും ഡ്രൈവറുണ്ട്, പിന്നെ ഒരു മലയാളി ഹോം നേഴ്സും ഉണ്ട്, പോരെ? മോനെ, മനസ്സിൽ ലഡുപൊട്ടി. എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ വിളിച്ചു പറയുന്നു. പണ്ട് തൊട്ടേ നേഴ്സുമാരോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. അവരാ വെള്ള യൂണിഫോം ഇട്ട് വരുന്നത് കാണുമ്പോൾ തന്നെ എൻ്റെ സാറേ, സന്തോഷത്തിൻ്റെ പൂത്തിരി കത്തിത്തുടങ്ങി. മിണ്ടാനും പറയാനും ഒരാളുണ്ടല്ലോ, അത് മതി. പോരാത്തതിന് ജോത്സ്യൻ ഗോവിന്ദൻ പണിക്കർ പറഞ്ഞത് എനിക്കൊരു നേഴ്സ് പെണ്ണിനെ കെട്ടാനുള്ള യോഗമുണ്ടെന്നാണ്, അതും പ്രേമിച്ച്. ചിലപ്പോൾ ഇതാവും എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്. 3 വർഷം മുമ്പാണ് കുവൈറ്റിൽ ആദ്യമായിട്ട് ഞാൻ ജോലിക്ക് വന്നത്. എടാ, കുവൈറ്റിൽ ഡ്രൈവ് ചെയ്യുന്ന പൂവമ്പഴം തൊലി തിന്ന പോലെ വളരെ എളുപ്പാ, അന്ന് നാട്ടിലെ ഏജന്റ് അഹമ്മദ് കുട്ടി പറഞ്ഞു. ഇവിടുത്തെ പോലൊന്നുമല്ല, ഫുള്ള് ഓട്ടോമാറ്റിക് വണ്ടികളാ, നമുക്ക് പത്രം വായിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യാം. പോരാഞ്ഞിട്ട് അറബികളെ പോലെ സ്നേഹമുള്ള മനുഷ്യര് ഈ ദുനിയാവിൽ എവിടെ ഉണ്ടാവില്ല. ഞാൻ ഈ വീട് സ്ഥലമൊക്കെ ഉണ്ടാക്കിയതേ ഹൗസ് ഡ്രൈവർ ജോലി ചെയ്തിട്ടാ, നിനക്കും കഴിയും, നോയിക്കോ. മാതൃഭൂമി പേപ്പറും വായിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നതും അറബി മോനെ പോലെ സ്നേഹിച്ചെല്ലാം വാരിക്കോരി തരുന്നതും ലക്ഷപ്രഭുവായി തിരിച്ചു വരുന്നതും പ്രണയിച്ച പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് സ്വപ്നം കണ്ട് ഫ്ലൈറ്റ് കയറിയ ഞാൻ 2 വർഷം ആ മരുഭൂമിയിൽ നരകിച്ചു. പട്ടിണിയും ആട്ടും തുപ്പുമേറ്റ് അരപ്രാണനായി തിരിച്ചു വന്നപ്പോഴേക്കും കാമുകിയെ ഗവൺമെന്റ് ജോലിക്കാർ അന്തസ്സായി കെട്ടിക്കൊണ്ടു പോയിരുന്നു. ജീവിതകാലം മുഴുവൻ എനിക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് പറഞ്ഞവൾ വേറൊരുത്തൻ്റെ ബൈക്കിന് പുറകിൽ അവൻ്റെ വയറ്റിൽ ചുറ്റിപ്പിടിച്ച് യാത്ര ചെയ്യുന്ന കാണാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. ഇതിനൊക്കെ കാരണക്കാരനായ അഹമ്മദ് കുട്ടിയെ കാണാൻ ഞാൻ ചെന്നു. എൻ്റെ 50,000 രൂപ വിഴുങ്ങിയ മാന്യനാണല്ലോ. അവിടെ ചെന്നപ്പോൾ പുള്ളില്ല. ഇതുപോലെ കുറെ ആളുകളെ പറഞ്ഞു മയക്കി കടൽ കിടത്തി അവസാനം അവർ തിരിച്ചു വന്ന് തെറി വിളിച്ചു തുടങ്ങിയപ്പോൾ ഭാര്യ അങ്ങനെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി. ആ പാവം സ്ത്രീയുടെ കണ്ണീര് കണ്ടപ്പോൾ ഞാൻ ഒന്നും മിണ്ടാതെ ഇറങ്ങി. നീ എന്താണ് ആലോചിക്കുന്നത്? സുബൈർക്ക ചോദിച്ചു. ഏയ്, പണ്ട് ഞാൻ പണമാരാമെന്ന് ഓർത്തു പോയതാ. ആദ്യം ഇവിടെ വന്ന സമയത്ത് എനിക്ക് കിട്ടിയ കൂട്ടുകാരൻ മനാഫിന്റെ ചേട്ടനാണ് സുബൈറിക്ക. ഒരു കമ്പനിയിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യാണ്. നാട്ടിൽ ഞാൻ തേരാപ്പാര നടക്കുന്നറിഞ്ഞ് മനാഫാണ് അദ്ദേഹത്തോട് എനിക്കൊരു ജോലി തേടാൻ ആവശ്യപ്പെട്ടത്. അവനും ഹൗസ് ഡ്രൈവറായിരുന്നു. ഇപ്പൊ ഗൾഫ് മതിയാക്കി നാട്ടിലാണ്. ഞാൻ നിനക്ക് വാഗ്ദാനങ്ങളും തരുന്നില്ല. വീട്ടിലെ ജോലി എന്താണെന്ന് കുവൈറ്റുകളുടെ സ്വഭാവം എന്താണെന്നും എനിക്ക് ശരിക്കും അറിയാവുന്നല്ലേ. ഇതെൻ്റെ ഒരു കൂട്ടുകാരൻ തന്ന വിസയാ, ബാക്കിയൊക്കെ നിന്റെ യോഗം പോലെ. എനിക്കറിയാം, 1 രൂപ പോലും എൻ്റെ കയ്യിൽ നിന്ന് സുബൈർക്ക വാങ്ങിയിട്ടില്ല. ഞങ്ങൾ ഓരോന്നും സംസാരിച്ചുകൊണ്ട് യാത്ര തുടർന്നു. ഒടുവിൽ സ്ഥലമെത്തി. വലിയൊരു വീട്. മുമ്പിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകൾ ഞാൻ എണ്ണി നോക്കി. 8 എണ്ണം. ഈശ്വര, ഇതൊക്കെ കഴുകി ഊപ്പാട് ഇളകുമല്ലോ. പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങിക്കോ മോനെ. AC-യിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ചൂട് അസഹ്യമായിരുന്നു. കോളിംഗ് ബെല്ലടിച്ച് 15 മിനിറ്റോളം കാത്തിരുന്ന ശേഷമാണ് ഗേറ്റ് തുറന്ന് ഒരു നേപ്പാളി പെണ്ണ് ഞങ്ങളോട് അകത്തേക്ക് വരാൻ പറഞ്ഞു. വീടിന്റെ സൈഡിലൊരു ഡോറുണ്ട്. അവിടെ ഒരു സ്ത്രീ നിൽക്കുന്നു. അവരെന്നെ ഒന്ന് അടിമുടി നോക്കി. മട്ടും പാവം കണ്ടാൽ ഞാൻ അവിടെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കാൻ കയറിയതുപോലെ. സുബൈറിക്ക തോണ്ടിയപ്പോൾ ഞാൻ സലാം പറഞ്ഞു. ഇതിനുമുമ്പ് എത്ര വർഷം കുവൈറ്റിൽ ജോലി ചെയ്തിട്ടുണ്ട്? മുഖവരെയൊന്നുമില്ലാതെ അവർ ചോദിച്ചു. 2 വർഷം. പിന്നെന്താ അവിടുന്ന് മതിയാക്കിയത്? അവിടുത്തെ തള്ളക്ക് ഭ്രാന്തായിരുന്നു എന്ന മറുപടി നാക്കിൻ തുമ്പിൽ എത്തിയതാണ്. പക്ഷേ ഞാനത് അടക്കി. സാലറി കുറവായിരുന്നു. അറബി അറിയാമോ? കുറച്ച്. ഇംഗ്ലീഷ് അറിയാം. ഇവിടുത്തെ ജോലികളൊക്കെ മറ്റേ ഡ്രൈവർ പറഞ്ഞുതരും. നീ നല്ലതാണെങ്കിൽ ഞങ്ങളും നല്ലത്, നീ മോശമാണെങ്കിൽ അവരത്രയും പറഞ്ഞു നിർത്തി. ഉദ്ദേശിച്ച് മറ്റേ തന്നെ. ഇഫ് യു ആർ ബാഡ്, ഐ ആം യുവർ ഡാഡ്. മായ, ഇവന് റൂം കാണിച്ചു കൊടുക്ക്, അവർ നേപ്പാളിയോട് ആജ്ഞാപിച്ചു. പിന്നെ സുബൈറിക്കയോട് പൊയ്ക്കോളാനും പറഞ്ഞു. നിന്നെ പടച്ചോൻ കാക്കട്ടെ എന്ന് പറഞ്ഞ് സുബൈറിക്ക പോയി. ഞാൻ ബാഗും തൂക്കി നേപ്പാളി അനുഗമിച്ചു. എന്താ പേര്? സുജിത്ത്. സുർജിത്ത്? ഏയ്, ഇറില്ല, സുജിത്ത്. ഓക്കെ സൂജി. അവൾ പേരിടൽ കർമ്മവും കഴിച്ചു. എന്തെങ്കിലും ആവട്ടെ, എനിക്ക് സംസാരിക്കാൻ മലയാളി നേഴ്സ് ഉണ്ടല്ലോ. കൊട്ടാരം പോലുള്ള ആ വീടിന്റെ പുറകിലെ ചെറിയൊരു കെട്ടിടത്തിലേക്കാണ് മായ എന്നെ കൊണ്ടുപോയത്. 3 വാതിലുകളിൽ ഒന്ന് ബാത്റൂമാണെന്ന് മനസ്സിലായി. മായ മറ്റൊരു വാതിൽ ആഞ്ഞടിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരാൾ പുറത്തേക്ക് വന്നു. എൻ്റെ അതേ പ്രായം കാണും. ഉടുത്തിരുന്ന ലുങ്കി ബാലരമയിലെ കുട്ടൂസിനെ പോലെ നെഞ്ചിന് മീതെ കെട്ടിവെച്ചിരിക്കുന്നു.
എനിക്കൊരു പുതിയ ഫ്രണ്ട് വന്നിട്ടുണ്ട്. അവനോട് അത്രയും ഹിന്ദിയിൽ പറഞ്ഞിട്ട് മായ തിരിച്ചുപോയി. അവനൊന്നും മിണ്ടാതെ റൂമിനകത്തേക്കും. ചേട്ടാ, ഇതെന്തൊരു സ്വഭാവം? ഇവിടുത്തെ ഡ്രൈവർ ഇത്ര അഹങ്കാരിയോ? ചിലപ്പോൾ പുതിയ ഡ്രൈവർ വന്നാൽ തന്നെ അറബി അവഗണിക്കുന്ന കുശുമ്പായിരിക്കും. സാരമില്ല. ഞാൻ വലതുകാലം വെച്ച് റൂമിൽ കയറി. 3 ബെഡുണ്ട്. ഒന്നിൽ നേരത്തെ കണ്ടവനിരുന്ന് തലചൊറിയുന്നു. ഇതിലേതാണ് എൻ്റേത്? മേരാ ബെഡ് കിതർ ഹേ? ഹിന്ദി അന്നും ഇന്നും എനിക്ക് അലർജിയാണ്. പക്ഷെ ആദ്യം അത് വായിൽ വന്നു. തെറ്റാണ് എന്തോ. അവൻ എന്നെ ഒന്ന് അടിമുടി നോക്കി. താ മലയാളിയല്ലേ? മലയാളത്തിൽ ഉണ്ടാക്കിയാൽ മതി. ദൈവമേ, മലയാളി ഡ്രൈവർ! ഹോ, രക്ഷപ്പെട്ടു. അതെ, ഞാനെവിടെ കിടക്കേണ്ടത്? ദേ, ആ മൂലയിൽ വെട്ടി കിടന്നോ? ആ കബോർഡ് തന്നെയാ. ആ കബോർഡിൽ ഞാൻ ബാഗിൽ വെച്ച് ഇനി എന്തെന്ന് ആലോചിച്ചു. താൻ സിഗരറ്റ് വലിക്കോ? വല്ലപ്പോഴും. എന്നാ വാ. അവൻ സിഗരറ്റ് പാക്കറ്റും ലൈറ്ററും എടുത്ത് പുറത്തേക്ക് നടന്നു. ഞാൻ പിന്നാലെ. പുക മത്സരിച്ച് ഉദയവൻ എന്നെ നോക്കി. അല്ല, 2 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. എന്താ പേര്? സുജിത്ത്. സ്ഥലം കണ്ണൂരാ. ഞാൻ അലക്സ് ആമൂൽ, കോട്ടയം ചങ്ങനാശ്ശേരിയാ. ഈ വീടെങ്ങനെയാ? നല്ല ആൾക്കാരാണോ? അലക്സ് എന്നെ തർപ്പിച്ച് നോക്കി. എൻ്റെ പൊന്നളിയാ, ഒരേ നാട്ടുകാരാണെന്നുള്ള സ്നേഹം കൊണ്ട് പറയാ. വേണേ ജീവനും കൂടി രക്ഷപ്പെട്ടോ. ഇവിടെ എല്ലാത്തിനും വട്ടാ. മനസ്സമാധാനത്തിൽ പണിയെടുക്കാൻ വിടില്ല. ഞാൻ തിരിച്ചു പോകാനുള്ള പ്ലാനില്ല. അത് കേട്ടതും ഞാനാകെ തളർന്നു. വീണ്ടും നരകത്തിലേക്കാണല്ലോ വന്ന് വീണത്. ഇനി സഹിക്കേ നിവൃത്തിയുള്ളൂ. സാരമില്ല. അലക്സ്, ഇവിടെ ഒരു മലയാളി നേഴ്സുണ്ടെന്ന് കേട്ടു. അവൻ വീണ്ടും എന്നെ അടിമുടി നോക്കി. ഓ, അപ്പൊ അതാണ് ഇങ്ങോട്ട് തുള്ളിച്ചാടി വരാനുള്ള കാരണം. എന്നാ കേട്ടോ, ഞാനാ നേഴ്സ്. എന്തേ, നീ ഇതുവരെ മെയിൽ നേഴ്സുമാരെ കണ്ടിട്ടില്ലേ? മനസ്സിൽ നേരത്തെ പുട്ടിയ ലഡു ഈസി ഉറുമ്പെല്ലാം തിന്നു തീർക്കുന്നത് ഞാൻ കാണുകയായിരുന്നു. എൻ്റെ മുത്തപ്പ, ഇതിനു മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? നീ ആ തള്ളയെ കണ്ടില്ലേ? അവർക്കൊരു കെട്ടിയവനുണ്ട്, കണ്ണു കാണില്ല. കൂടാതെ മെന്റൽ പ്രശ്നങ്ങളും. അങ്ങേരെ നോക്കല എൻ്റെ ജോലി. നീ അങ്ങനെ ഒരു ഡ്രൈവറും. ഇപ്പൊ തൽക്കാലത്തേക്ക് അങ്ങനെ ഡ്യൂട്ടി ചെയ്യുന്ന ഒരു മലയാളിയാ. ഇവിടെ മൂത്ത മകളുടെ ഡ്രൈവറാ പുള്ളി. ഇവർക്ക് മൊത്തം 4 മക്കളാ, 3 പെണ്ണും 1 ആണും. അല്ല, അവരൊക്കെ എങ്ങനെയാ? പെണ്ണുങ്ങൾ തള്ളയുടെ ഫോട്ടോ കോപ്പിയാ. വലിയ കുഴപ്പമൊന്നുമില്ല. അവനെ വല്ലപ്പോഴും മാത്രമേ കാണൂ. പൈലറ്റാ. കുറെ കൊച്ചുകുട്ടികൾ ഞങ്ങൾക്ക് മുന്നിലെ കോറിഡോറിലൂടെ ഉറക്കെ ബഹളമുണ്ടാക്കി ഓടിച്ചാടി നടക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ പിള്ളേരാണോ അലക്സേ? അതെ. ഇവറ്റകൾ ആരുടേതാണെന്ന് ചോദിക്കരുത്, എനിക്കും അറിയില്ല. ചിലപ്പോൾ കാലിനിടയിലൂടെ ഓടുന്നുണ്ടാവും. തെറി വിളിക്കാനും പറ്റൂലല്ലോ. അപ്പോഴാണ് വിയർത്ത് വിളിച്ച് മറ്റൊരാൾ അങ്ങോട്ട് വന്ന് 50-നോടടുത്ത് പ്രായമുള്ള ഉയരം കുറഞ്ഞൊരു മനുഷ്യൻ. അളിയാ, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രൈവർ. അലക്സ് പരിചയപ്പെടുത്തി. പിന്നെ അയാൾക്ക് നേരെ തിരിഞ്ഞു. വില്ലനിൽ നിന്നും തന്നെ രക്ഷപ്പെടുത്താൻ വന്ന ഇളയ ദളപതി വിജയാണ് മുന്നിലെന്ന മട്ടിൽ അയാൾ എന്നെ വല്ലാത്തൊരു നന്ദിയോടെ നോക്കി. അസ്സലാമലൈക്കും. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അയാൾ എന്നെ കെട്ടിപ്പിടിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ അലക്സിനെ അന്തം വിട്ട് നോക്കി. അവൻ സിഗരറ്റ് ആഞ്ഞു വലിച്ചുകൊണ്ട് ചിരിച്ചു. രക്ഷപ്പെട്ടതിന്റെ നന്ദി പ്രകടന? അത്രക്ക് മോശമാണോ അങ്ങേര്? എന്തായാലും നീ 2 കൽപ്പിച്ച് വന്നവനല്ലേ, ഒന്ന് ശ്രമിക്ക്. എടാ, ഹൗസ് ഡ്രൈവറായിട്ട് ഒരിക്കൽ ജോലി ചെയ്തിട്ട് അനുഭവമുള്ള ഒരാൾ പിന്നെ അത് തന്നെ തിരഞ്ഞെടുക്കണമെങ്കിൽ 2 കാരണമായിരിക്കും. ഒന്ന്, സാമ്പത്തിക ബുദ്ധിമുട്ടോടെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. 2ാമത്തെ കുത്തിക്കഴപ്പ്. നിന്നെ കണ്ടിട്ട് 2ാമത്തേതാവാനാ ചാൻസ്. സത്യം, ഇവനിനി വല്ല ജോലിസിനോ മറ്റാണോ? അച്ഛനും അമ്മയും 100 പ്രാവശ്യം പറഞ്ഞാ ഇങ്ങോട്ട് വരേണ്ടെന്ന് കേട്ടില്ല. തേപ്പ് കിട്ടിയതിൻ്റെ പേരിൽ നാട്ടുകാരുടെ കളിയാക്കൽ സഹിക്കാൻ പറ്റിയില്ല. അച്ഛനൊരു പലചരക്കടയാണ്. അമ്മ വീട്ടിൽ അത്യാവശ്യം കോഴി, ആടിനെയും പശുവിനെയൊക്കെ വളർത്തുന്നുണ്ട്. പറമ്പിലെ കുളത്തിൽ മത്സ്യകൃഷിയുണ്ട്. കൂടാതെ കുറച്ച് തെങ്ങും വാഴയും മറ്റും. ദൈവം സഹായിച്ച വലിയ ബാധ്യതകളൊന്നുമില്ല. എന്നിട്ടും നാടിഷ്ടമല്ലെന്ന കാരണത്താൽ ഈ മരുഭൂമിയിലേക്ക് ഞാൻ വന്നത് അലക്സ് പറഞ്ഞ പോലെ കുത്തിക്കഴപ്പ് തന്നെയാണ്. എൻ്റെ പേര് അബ്ദുൽ ഖാദർ. അയാൾ പരിചയപ്പെടുത്തി. ഞാൻ ഖാദർക്കാന്ന് വിളിക്കും, നീയും അങ്ങനെ വിളിച്ചാൽ മതി. അലക്സ് ഇടയിൽ കയറി. ഖാദർ പുഞ്ചിരിച്ചു. ഇവൻ എപ്പോഴും ഇങ്ങനെയാ, കളിയാക്കിക്കൊണ്ടിരിക്കും, കാര്യാക്കണ്ട. അദ്ദേഹം എൻ്റെ കൈ പിടിച്ച് മുറിക്കുള്ളിൽ കൊണ്ടുപോയി ബെഡിലിരുത്തി. പിന്നെ ഓരോന്നായി വിശദീകരിച്ചു. ബാബയുടെ ഡ്രൈവറാണ് ഞാൻ. കുവൈറ്റിൽ പൊതുവെ പ്രായമുള്ള പുരുഷന്മാരെ ബാബ എന്നും സ്ത്രീകളെ മാമ എന്നുമാണ് വിളിക്കുക. ഇവിടുത്തെ ബാബയുടെ പേര് ഖാലിദ്, മാമയുടെ പേര് മുനീറ. മൂത്ത മകൾ ഷെരീഫയുടെ ഡ്രൈവറാണ് ഖാദരിക്ക. അവർ ബയാൻ എന്ന സ്ഥലത്താണ് താമസം. എൻ്റെ സ്ഥലത്തിൻ്റെ പേര് സബാഹ് സാലെ. ബാബയുടെ മറ്റ് 2 പെൺകുട്ടികൾ സെൽമയും നൂറയും ലണ്ടനിലാണ്. ഇളയ മകനാണ് അബ്ദുള്ള, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫൗസിയ. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഷെരീഫ മക്കളെയും കഥാമ്മമാരെയും കൊണ്ട് ഇവിടെ ഹാജരാകും. പിന്നെ ഗംഭീര പാർട്ടി തന്നെയാണ്. എൻ്റെ ജോലി ബാബയും കൊണ്ട് കറങ്ങുക, കാറുകൾ കഴുകുക, വീടിന് മുമ്പിലെ ചെടികൾക്ക് വെള്ളം നനയ്ക്കുക, പിന്നെ കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങുക, ഇവയൊക്കെയാ. ഒരുപാട് സുഹൃത്തുക്കളുള്ളയാളാണ് ബാബ. അവർ വിളിക്കുമ്പോൾ പുള്ളിക്ക് പോകണം. കണ്ണു കാണാത്ത അസുഖബാധിതനായിട്ടുള്ള ഒരാളിങ്ങനെ കറങ്ങി നടക്കുന്നത് മക്കൾക്ക് ഇഷ്ടമല്ല. എങ്കിലും ബാബയെ പേടിച്ചിട്ടൊന്നും മിണ്ടില്ല. നമ്മൾ അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ കെയർ ചെയ്താ ഒരു കുഴപ്പമില്ല. ഖാദരിക്ക ഉപദേശിച്ചു. അന്ന് ഉച്ചയ്ക്ക് ശേഷം ഖാദരിക്ക തൻ്റെ സ്ഥലത്തേക്ക് തിരിച്ചുപോയി.
പോകും മുമ്പ് എന്നെയും തിരിഞ്ഞു നോക്കി. വളർത്തി വലുതാക്കി ആടിന് അറുകാരന് കൊടുത്തിട്ട് പോകുമ്പോൾ നോക്കുന്ന പോലെ എന്തോ എവിടെയോ ഒരു പന്തികേടുണ്ടോ. വരുന്ന വരട്ടെ. ഡേയ്, നിനക്ക് കുക്കിംഗ് അറിയോ? അലക്സ് ലുങ്കി അഴിച്ചിട്ട് ഒരു ബർമുട എടുത്തിട്ടൊന്ന് ചോദിച്ചു. അത്യാവശ്യം അറിയാം. എന്തേ? അപ്പുറത്ത് കാണുന്ന കിച്ചൺ. ഇവിടുന്ന് വരുന്ന ഫുഡ് വായിൽ വെക്കാൻ കൂടിയില്ല. ആ തള്ള യൂട്യൂബിൽ നോക്കി ഓരോ റെസിപ്പി കണ്ടുപിടിക്കും, എന്നിട്ടത് മായ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കും. അതെങ്ങാനും കഴിച്ചാൽ 2 ദിവസം കക്കൂസിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റില്ല. ഞാനൊരു പ്രഷർ കുക്കർ വാങ്ങി വെച്ചിട്ടുണ്ട്. രാവിലെ എന്തെങ്കിലും കറി ഉണ്ടാക്കിയാൽ 3 നേരം കഴിക്കാമല്ലോ. നമുക്ക് കുക്ക് ചെയ്യാനൊന്നും പെർമിഷൻ ഇല്ല. അതുകൊണ്ട് ആരെങ്കിലും എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാക്കണം. ഉള്ളിയും തക്കാളിയും മറ്റെല്ലാം ഞാൻ വീടിനുള്ളിൽ നിന്ന് പൊക്കാറാവതിയോ, ബാക്കിയൊക്കെ നമുക്ക് മേടിക്കാം. പെട്ടെന്ന് മുമ്പിലെ ഗ്ലാസ് ഡോർ തുറക്കപ്പെട്ടു. രാജു, ബാബ കോളിംഗ് യു. രാജു നിന്റെ അച്ഛൻ. അലക്സ് ദേഷ്യപ്പെട്ടു. വാട്ട്? നത്തിങ്, ഐ വിൽ കം. അവൾ അപ്രത്യക്ഷയായി. കണ്ടോ, ഇത്രയും നല്ല പേരുണ്ടായിട്ട് എന്നെ വിളിക്കുന്ന രാജു എന്നാ. അവളെ പറഞ്ഞിട്ടും കാര്യമില്ല. ആ കിളവനാ ഇതിന്റെ ആള്. അങ്ങേരെ തൊഴിക്കണം. അങ്ങേരെ എന്നെ വിളിക്കുന്ന പേരാ രാജു എന്ന്. അല്ല, ആരലക്സ് ആ പെണ്ണ്? റൂത്ത്, അബ്ദുള്ളയുടെ ഹൗസ് മെയ്ഡാ. അഹങ്കാരിയാ. ഞാനൊരു ദിവസം നമ്പർ ചോദിച്ചാ അവൾക്ക് തരാൻ സൗകര്യമില്ല പോലും. ഞാൻ ചിരി കടിച്ചമർത്തി. എനിക്ക് പറ്റിയ കൂട്ട് തന്നെ. നീ ഡോർ ശ്രദ്ധിച്ചോ? ഞാൻ വരുന്ന സമയത്ത് ഇത് പ്ലെയിൻ ഗ്ലാസ് ആയിരുന്നു. ഞങ്ങളുടെ മുറിക്ക് നേരെ മുമ്പിലാണ് ആ ഡോറ്. എനിക്ക് കിളവന്റെ മുറിയിലേക്ക് എളുപ്പത്തിൽ പോകാൻ വേണ്ടി ഉണ്ടാക്കിയ. ആദ്യ തള്ള അകത്തുനിന്ന് ഇങ്ങോട്ട് നോക്കും. ഇവിടുന്ന് ഞാൻ സിഗരറ്റ് വലിക്കുന്ന അങ്ങനെ കണ്ടുപിടിച്ച്. അതിന് കുറേ തെറി കിട്ടു. ഒരു ദിവസം തള്ള ഒളിഞ്ഞു നോക്കുന്ന ഞാൻ കണ്ടു. ഫോൺ ചെയ്യുന്ന പോലെ അഭിനയിച്ച് ഞാൻ ലുങ്കി മടക്കി കുതി തിരിഞ്ഞെന്ന് എൻ്റെ ചന്തിയൊന്ന് ചൊറിഞ്ഞു. അന്ന് വൈകിട്ടോടെ ഗ്ലാസ്സിന് കർട്ടനിട്ടു. ഇപ്പോൾ ഒളിഞ്ഞോട്ടല്ല. നിന്റെ ബുദ്ധി അപാരം തന്നെ. ഞാൻ പോട്ടെ. വയ്യ കിളവിന് വട്ടളവ്. നീ കുറച്ച് നേരം റെസ്റ്റ് എടുത്തോ. വൈകിട്ട് പുള്ളിയുടെ കൂടെ പുറത്തു പോകേണ്ടതല്ലേ? അല്ല, ഇന്ന് തന്നെ പോവേണ്ടി വരുമോ? ഞാനിവിടെ വന്നിട്ടല്ലേ ഉള്ളൂ. ഈ നല്ല കാര്യങ്ങൾ നാളേക്ക് മാറ്റി വെക്കരുത്. കിളവും പുറത്തിറങ്ങുന്നതിന് 10 രൂപ നിനക്ക് അറിയിപ്പ് കിട്ടും. അപ്പോൾ പോയി കാർ സ്റ്റാർട്ട് ചെയ്ത് AC വെക്കണം. നിന്റെ കയ്യിൽ പെർഫ്യൂം ഉണ്ടോ? ഇല്ല. ആ കബോർഡിലുണ്ടാവും. എടുത്ത് നല്ലോണം അടിച്ചോ. ഒരു ദിവസം വിയർപ്പ് നാറുന്നു എന്ന് പറഞ്ഞാൽ തന്തയ്ക്ക് വിളിച്ചതാ ആ കിളവൻ. തൻ്റെ വൈഫൈ എൻ്റെ മൊബൈലിൽ കണക്ട് ചെയ്തെന്ന് ഒരു ടീഷർട്ട് കൂടി എടുത്തിട്ട് അലക്സ് ഗ്ലാസ് ഡോർ തന്ന് വീടിനകത്തേക്ക് പോയി. ഞാൻ എൻ്റെ ബെഡിൽ കിടന്ന അച്ഛൻ്റെ നമ്പറിൽ വിളിച്ചു. നീ എത്തിയോടാ? അപ്പുറത്ത് പരിക്കൻ ശബ്ദം. എത്തി. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, അച്ഛൻ കടയിൽ പോയില്ലേ? പോയതാ. കുഞ്ഞാലി കുറച്ച് ബീഫ് തന്നു. നിന്റെ അമ്മക്ക് ബീഫ് അലർജി ആണല്ലോ. അതുകൊണ്ട് ഞാൻ അവളെ കടയിൽ പറഞ്ഞയച്ച് അത് ഫ്രൈ ചെയ്യുന്ന പണിയിലായിരുന്നു. ഇപ്പോഴാ തീർന്ന്. നല്ല ചൂട് ചോറും ബീഫ് ഫ്രൈയും മോരുകറിയും കണ്ണിമാങ്ങാച്ചാറും ചേർത്ത് ഒരു പിടി അങ്ങ് പിടിച്ചു. എന്താ സുഖം. എൻ്റെ വായിൽ വെള്ളമൂറി. വീക്ക്നെസ്സിലാണ് അച്ഛൻ കൈവച്ചിരിക്കുന്നത്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ ഓർമ്മ വന്നു. പിന്നെ നിനക്ക് വേണ്ടി പ്ലേറ്റിലൊരു പീസ് ബീഫ് മാറ്റി വെച്ചിട്ടാ മനസ്സമാധാനത്തിൽ ഞാൻ കഴിച്ച്. ഞാനെന്താ പരേതാത്മാവോ? അച്ഛനിങ്ങനെ കണ്ണീ ചോറില്ലാതെ സംസാരിക്കാൻ എങ്ങനെ കഴിയുന്നു? ഇല്ലടാ, എനിക്ക് തീരെ കണ്ണീ ചോരയില്ല. കുടുംബത്തെ കരയേറ്റാൻ കടലിടക്കുന്ന പാവം പ്രവാസികളെ കൂടി പറയിപ്പിക്കാനാ നീ അവിടേക്ക് പോയത്. നിനക്ക് ഞങ്ങൾ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോടാ? എല്ലാ ഇഷ്ടത്തിന് വിട്ടു തന്നു. +2 സയൻസ് ഗ്രൂപ്പ് പഠിച്ച നീ അത് കഴിഞ്ഞ് തിരഞ്ഞെടുത്ത് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഇലക്ട്രോണിക് കോഴ്സ്. സാരമില്ല, നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്ന് കരുതി ഞങ്ങൾ സമ്മതിച്ചു. എന്നിട്ടോ അത് പൂർത്തിയാക്കി പിന്നെ പോയി ഓട്ടോ ഡ്രൈവറായി. ഇലക്ട്രോണിക്സും ഓട്ടോറിക്ഷയും തമ്മിൽ എന്താ ബന്ധം എന്ന് ആലോചിച്ച് കണ്ടുപിടിക്കും മുമ്പേ നീയും നിന്റെ കൂട്ടുകാരൻ ജസ്റ്റിനും ചേർന്ന് ടൗണിലൊരു ലേഡി ഷോപ്പ് തുടങ്ങി. അതിലെങ്കിലും ഉറച്ചു നിന്നോ നീ മറ്റേ പെണ്ണില്ലേ? എന്താ അവളുടെ പേര്? ശില്പ. ആ കടയിലെ സാധനങ്ങൾ ഷെഡിയും ബ്രായും ഉൾപ്പെടെ അവൾക്ക് നീ വാരി കൊടുക്കാറുണ്ടായിരുന്നെന്നാ ജസ്റ്റിൻ പറഞ്ഞ്. നാണം ഉണ്ടോടാ നിനക്ക്? പ്രേമിച്ച പെണ്ണിനെ കെട്ടാനല്ലേ നീ ആദ്യം ഗൾഫിൽ പോയത്. എന്നിട്ടിപ്പോൾ അവള് സുഖമായിട്ട് ജീവിക്കുന്നു. നീയോ അവളുടെ പേരിൽ എല്ലാവരും കളിയാക്കുന്നു. കുറച്ച് നാൾ മാറിക്കിടന്നും പറഞ്ഞ് വീണ്ടും അറബിയുടെ അടിമപ്പണിയെടുക്കാൻ പോയി. നമുക്ക് സ്വന്തമായിട്ടൊരു കടയുണ്ട്. അത്യാവശ്യം വരുമാനം പറമ്പിന്ന് കിട്ടുന്നുമുണ്ട്. നീ അവിടുന്ന് ഉണ്ടാക്കുന്നതിൻ്റെ ഇരട്ടി മനസ്സ് വെച്ചാൽ ഇവിടുന്ന് എനിക്ക് കിട്ടും. വേറെ പെണ്ണും കെട്ടി അന്തസ്സായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നതിന് പകരം ഒളിച്ചോടിയ മോനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എനിക്ക് കഴിയും. അച്ഛൻ ഒരു ആശ്വാസത്തിന് വേണ്ടിയല്ലേ ഞാൻ വിളിച്ചേ. സാരല്ല, ഞാൻ അമ്മയെ വിളിച്ചോളാം. കടയിൽ തിരക്കുള്ള സമയമാണ്. വേഗം വിളിക്ക്. അവിടെ വായിലിരിക്കുന്ന കൂടി നിനക്ക് കേൾക്കാം. അതോടുകൂടി ഞാൻ കോള് കട്ട് ചെയ്തു. എൻ്റെ അവസ്ഥ എന്താ ആരും മനസ്സിലാക്കാത്തത്. ശില്പയോട് എനിക്കുണ്ടായിരുന്ന വെറും നേരം പോക്കാണെന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. പക്ഷേ അവളെ സ്വന്തമാക്കാൻ അത്രയ്ക്ക് ഞാൻ കൊതിച്ചിരുന്നു. എൻ്റെ നാട്ടുകാരി തന്നെയാണ് അവൾ. കുറേ കാലം പുറകെ നടന്നിട്ടാണ് അവൾ സമ്മതം മൂടിയത് തന്നെ. പിന്നീട് അങ്ങോട്ട് മുടിഞ്ഞ പ്രണയമായിരുന്നു. ഞാൻ ആകെ ചെയ്ത തെറ്റ് പ്രേമിച്ച് നടക്കുന്നതിൽ സ്വന്തം ബിസിനസ് ശ്രദ്ധിച്ചില്ല. അത് നഷ്ടത്തിലായപ്പോൾ എൻ്റെ ഷെയർ കൂടി ജസ്റ്റിന് കൊടുത്ത് ഞാൻ ആദ്യമായി പ്രവാസിയായി. അവളുടെ അച്ഛൻ മനോഹരൻ മകളെ കെട്ടുന്നവൻ ഒന്നുകിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഗൾഫുകാരനായിരിക്കണമെന്നായിരുന്നു നിർബന്ധം. ഗൾഫിൽ എന്ത് പണിയായാലും അയാൾക്ക് പ്രശ്നവുമില്ല.
കിട്ടിയത് ഹൗസ് ഡ്രൈവർ ആയതുകൊണ്ട് ഞാനത് കണ്ണും പൂട്ടി സ്വീകരിച്ചു. അതോടെ എല്ലാം പോയി. ഇരുന്നും കിടന്ന് ഞാൻ സമയം കഴിച്ചു കൂട്ടി. ഇടയ്ക്ക് അലക്സ് വന്ന് എന്നെയും കൊണ്ട് കിച്ചണിലേക്ക് പോയി. ഞങ്ങൾ താമസിക്കുന്ന ഔട്ട് ഹൗസിൽ തന്നെയാണ് കിച്ചൺ. വീടിനകത്ത് 3 നിലകളിലും ഓരോ കിച്ചൺ ഉണ്ടെന്ന് അലക്സ് പറഞ്ഞു. പക്ഷെ മെയിനായിട്ട് ഇവിടെയാണ് കുക്കിംഗ്. ചോറ് അവനുണ്ടാക്കിയ തക്കാളി കറിയും കഴിച്ച് തിരികെ റൂമിലെത്തി. ഒന്ന് കുളിച്ച് വസ്ത്രം മാറി കുറച്ച് പെർഫ്യൂം അടിക്കുമ്പോഴേക്കും മറ്റൊരു ഫിലിപ്പീനി റൂമിന് മുമ്പിലെത്തി. സുജി, പ്രിപ്പയർ കാർ. അവളൊരു കീ എനിക്ക് നൽകി. ഇത് ക്രിസ്റ്റി, ഇവിടുത്തെ ജോലിക്കാരി തന്നെയാ, അലക്സ് പറഞ്ഞു. ഇവിടെ കുറെ പണിക്കാരുണ്ടല്ലേ? ആ, വേറൊരു ആന്ധ്രക്കാരി കൂടിയുണ്ട്, കുമാരി. ക്രിസ്റ്റിയും കുമാരിയും ലണ്ടനിലുള്ള നൂറയുടെ മെയ്ഡ്സാണ്. അവര് വരുന്നവരോട് നിൽക്കുന്നതേ ഉള്ളൂ. ഇടയ്ക്ക് കിളവി പുതിയവരതിനെ കൊണ്ടുവരും. പക്ഷെ കിളവന്റെ തേറി കേൾക്കുമ്പോൾ അവളുമാര് ജീവനം കൊണ്ട് ഓടും. നീ പോയി വണ്ടി റെഡിയാക്കിയിട്, ഞാനങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ വെളിയിലേക്ക് പോകുമ്പോൾ നീ ഉണ്ടാവില്ലേ? ഏയ്, എന്റെ ജോലി കിളവിന് മെഡിസിന് സമയത്ത് കൊടുക്കുക, ബാത്റൂമിൽ പോകാൻ ഹെൽപ്പ് ചെയ്യുക, ഇടയ്ക്ക് ഫിസിയോതെറാപ്പി ചെയ്യുക. ആഴ്ചയിൽ 2 ദിവസം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാനും കൂടെ വരും. അത്രേ ഉള്ളൂ. ബാക്കിയുള്ള സമയത്ത് കിളവിന്റെ വേട്ടമൃഗം നീയാ. ഏതായാലും ഓൾ ദ ബെസ്റ്റ് അളിയാ. ഉള്ള മനസ്സമാധാനം കൂടി കളഞ്ഞ് അലക്സ് വീണ്ടും അകത്തേക്ക് കയറിപ്പോയി. അറിയാവുന്ന ദൈവങ്ങളെല്ലാം വിളിച്ച് ഞാൻ വീടിന് മുന്നിലേക്ക് നടന്നു. പല മോഡൽ കാറുകൾക്കിടയിൽ നിന്നും ഞാൻ എൻ്റെ വണ്ടിയെ കണ്ടെത്തി. ഫോർഡ് കമ്പനിയുടെ ക്രൗൺ വിക്ടോറിയാണത്. കിടിലൻ വണ്ടി. ഇംഗ്ലീഷ് സിനിമകളിൽ പോലീസുകാർ ഉപയോഗിക്കുന്ന സാധനം. ഞാനതിൽ കയറിയിരുന്ന ഒരു നിമിഷം പ്രാർത്ഥിച്ച് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ റിവേഴ്സ് എടുത്ത് ഫ്രണ്ട് ഡോറിനടുത്തായി നിർത്തി. AC-യുടെ തണുപ്പിൽ ശരീരം വിയർക്കുന്നുണ്ട്. പെട്ടെന്ന് വാതിൽ തുറക്കപ്പെട്ടു. അലക്സിന്റെ കൈ പിടിച്ച് അതാ വരുന്നു നമ്മുടെ കഥാനായകൻ. അറബിക് ട്രഡീഷണൽ ഡ്രസ്സാണ്. ക്ലീൻ ഷേവ് ചെയ്ത തേജസ്സാർന്ന മുഖം. കണ്ണ് കാണാത്ത ആളെന്തിനാ സോഡാ കുപ്പി കണ്ണട വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വേഗം പുറത്തിറങ്ങി ചവിട്ടുപടികൾക്ക് അടുത്തെത്തി. ബാബ, പുതിയ ഡ്രൈവർ വന്നിട്ടുണ്ട്, അലക്സ് പറഞ്ഞപ്പോൾ അദ്ദേഹം കൈ നീട്ടി. ചെറിയൊരു വിറയലോടെ ഞാൻ ആ കൈയിൽ പിടിച്ചു. അസ്സലാമലൈക്കും ബാബ. വാലൈക്കും അസ്സലാം. ഹൗ ആർ യു? അൽഹംദുലില്ലാ, ഗുഡ്. എന്താ പേര്? സുജിത്ത്. അപ്പോൾ ഇന്നു മുതൽ നീയാണ് എൻ്റെ ഡ്രൈവർ അല്ലേ? നിറഞ്ഞ പുഞ്ചിരിയോടെയുള്ള ചോദ്യം ഇംഗ്ലീഷിലായിരുന്നു. എന്നാൽ നമുക്ക് പോകാം. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. എനിക്ക് കണ്ണ് കാണില്ല, അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ കണ്ണുകൾ നീയാണ്. എനിക്ക് അഭിമാനം തോന്നി. ഇത്രയും നല്ല മനുഷ്യനാണോ എല്ലാവരും കുറ്റം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ കാറിന്റെ ഫ്രണ്ട് സീറ്റിലെത്തി ഡോർ അടച്ചു. പിന്നെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി. നിനക്ക് മുബാറക് അൽ കബീർ അറിയോ? ആ, അറിയാം ബാബ. എങ്കിൽ അവിടേക്ക് പോ. എൻ്റെ ഫ്രണ്ട്സ് കാത്തിരിക്കുന്നുണ്ട്. ബ്ലോക്ക് 8, സ്ട്രീറ്റ് നമ്പർ 10. അവിടെ പുള്ളിയുടെ അടുത്തെത്തി എന്നോട് പറ. ഇൻഷാ അല്ലാ. ഞാൻ കാറ് മുന്നോട്ടെടുത്തു. ബാബ ഒരു വിരൽ കൊണ്ട് റേഡിയോയുടെ ബട്ടൺ തപ്പിപ്പിടിച്ച് പ്രസ് ചെയ്തു. അറബിക് വാർത്ത കേട്ടുകൊണ്ട് അദ്ദേഹം സീറ്റിൽ ചാരി. ഞാൻ ശ്രദ്ധാപൂർവം ഡ്രൈവ് ചെയ്തു. പുതിയൊരു ജീവിതത്തിന്റെ ആദ്യത്തെ അധ്യായം. എങ്ങനെയുണ്ടായിരുന്നു ഇത് ദിവസം? രാത്രി 11:30 മണിക്ക് റൂമിൽ തിരിച്ചെത്തിയപ്പോൾ അലക്സ് ചോദിച്ചു. കുഴപ്പമില്ല, അങ്ങോട്ട് കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി. ഇതേ പ്രായത്തിലുള്ള കുറേ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. പുള്ളി അവിടെ ഇരുത്തി, ഞാൻ പുറത്തിരുന്നു. ഇടയ്ക്ക് അവിടുത്തെ കുക്ക് ഒരു പാകിസ്ഥാനി എന്നെ അകത്തേക്ക് കൊണ്ടുപോയി ഫുഡ് തന്നു. കിളവൊന്നും ചോദിച്ചില്ലേ? ആ, വീട്ടിലാരൊക്കെയുണ്ട്, കല്യാണം കഴിച്ചാണെന്നൊക്കെ ചോദിച്ചു. ആ, അത് ഞാൻ ചോദിക്കാൻ വിട്ടുപോയതാ. പറ, ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും മാത്രം. അതെന്താടാ, പെങ്ങന്മാരും അനിയന്മാരൊന്നുമില്ലേ? ഏയ് ഇല്ല. ഭാഗ്യവാ, എനിക്കൊരു ചേച്ചി അനിയത്തിയുണ്ട്. രണ്ടിനെയും കെട്ടിച്ചുവിട്ട് എൻ്റെ കടം തലക്ക് വീതം കിടക്കുക. അതൊന്ന് തീർന്നിട്ട് വേണം എനിക്ക് പെണ്ണ് കിട്ടാൻ. ഇപ്പം വീട്ടിൽ പപ്പയും അമ്മയും മാത്രമേ ഉള്ളൂ. ഞാനൊന്ന് മൂളി. പിന്നെ പോയി കുളിച്ചു വന്നു. അളിയാ, ഞാൻ രാത്രി ആ കിളവിൻ്റെ റൂമിലാണ് കിടക്കുക. രാവിലെ നീ ആ വിൻഡോയുടെ അടുത്തൊന്ന് നിൽക്കണം. ഞാൻ പച്ചക്കറി വല്ല അകത്തുനിന്ന് എടുത്തുതരാം. പിന്നെ കിച്ചണിലെ ടേബിൾ കാശ് വെച്ചിട്ടുണ്ട്. അൽമറായി ഫ്രഷ് മിൽക്ക് ലോ ഫാറ്റ് 1 ലിറ്ററിൻ്റെ ബോട്ടിൽ. പിന്നെ ബ്രൗൺ കുബൂസ് 2 എണ്ണം. 7 മണിയാകുമ്പോഴേക്കും വാങ്ങി വെക്കണം. കിളവിക്ക, ബാക്കിയുള്ള ലിസ്റ്റ് പിന്നെ തന്നോളൂ. അലക്സേ, എടാ, സാലറിയൊക്കെ സമയത്ത് കിട്ടുമോ? അക്കാര്യത്തിൽ ഇവർ പെർഫെക്റ്റാ. പിന്നെ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കിളവിനോട് ചോദിച്ചോ, തരും. മാസം സാലറിയിൽ നിന്ന് കുറേശ്ശെ പിടിച്ചോളൂ. എനിക്കൊരിക്കൽ 500 ദിനാർ തന്നു. പക്ഷേ തിരിച്ച് 450 മാത്രമേ പിടിച്ചിട്ടുള്ളൂ. എന്നോ പറയിക്കോ, രാവിലെ കാണാം. അലക്സ് പുറത്തിറങ്ങി വാതിൽ ചാരി. നാട്ടിലേക്ക് വിളിച്ചാലോ? അലി വേണ്ട, ഉറങ്ങിയിട്ടുണ്ടാവും. ഞാൻ മൊബൈലെടുത്ത് ഗാലറി തുറന്നു. എങ്ങും ശില്പയുടെ ഫോട്ടോസ്. അവളുടെ കുട്ടിക്കാലം മുതൽക്കുള്ളതുണ്ട്. അവസാനം ബീച്ചിലെ കരിങ്കൽ കെട്ടിലിരുന്ന് അവിടെ ചുമലിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചതുൾപ്പെടെ 500ഓളം. ഡിലീറ്റ് ചെയ്യാൻ പലതവണ ശ്രമിച്ചതാണ്, കഴിയുന്നില്ല. അവൾക്ക് വേണ്ടി ചെലവാക്കിയ കാശ് ഓർത്തൊന്നുമല്ല സങ്കടം. എന്തുകൊണ്ട് എന്നെ വിട്ടുപോയി? ഒരു വാക്ക് പറയായിരുന്നില്ലേ? അതോ സ്വന്തമാക്കാൻ എനിക്ക് യോഗ്യതയില്ലേ? അറിയില്ല. എന്നെ ഒഴിവാക്കി മറ്റൊരുത്തൻ്റെ കൂടെ എല്ലാം മറന്ന് ജീവിക്കാൻ അവൾക്ക് എങ്ങനെ കഴിയുന്നു? സാധാരണ പെൺകുട്ടികളുടെ അച്ഛന്മാരെ പോലെ മനോഹരേട്ടന് അത്ര കടുംപിടുത്തക്കാരനൊന്നുമില്ല. അവളുടെ ആഗ്രഹത്തിന് അയാൾ സമ്മതിച്ചേനെ. പക്ഷേ KSEBയിലെ എഞ്ചിനീയറെ, അതൊരു സുന്ദരനെ കിട്ടിയപ്പോൾ അവൾ എന്നെ മറന്നു.
അതാണ് സത്യമെന്ന് അന്വേഷിച്ച് ബോധ്യപ്പെട്ടതാണ്. വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടാണ് അവളിങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്നെ ആരും കളിയാക്കില്ലായിരുന്നു. ഓർത്തപ്പോൾ നെഞ്ചിലൊരു വിങ്ങൽ. ഞാൻ ഫോൺ മാറ്റിവെച്ച് കണ്ണുകളടച്ച് കിടന്നു. പുതിയ ജീവിതവുമായി ഞാൻ പൊരുത്തപ്പെട്ടു തുടങ്ങി. ബാബയ്ക്ക് ചില ദിവസങ്ങളിൽ ദേഷ്യം കൂടും. അപ്പോൾ മിണ്ടാതിരുന്നാൽ മതിയെന്ന് ഞാൻ പഠിച്ചു. മാമ ചെറിയ കാര്യങ്ങൾക്ക് വരെ അലറി വിളിക്കുന്ന സ്വഭാവക്കാരിയാണ്. ദിവസം കുറഞ്ഞത് 5 തവണയെങ്കിലും എന്നെ കടയിൽ പറഞ്ഞയച്ചില്ലെങ്കിൽ അവർക്ക് സമാധാനം കിട്ടാത്ത പോലെ. വീട്ടിലെ ജോലിക്കാരെല്ലാവരുമായും ഞാൻ നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുത്തു. അവർക്ക് പുറത്തു പോകാൻ അനുവാദമില്ലാത്തതുകൊണ്ട് തന്നെ ആവശ്യമായ സാധനങ്ങൾ ഞാനാണ് വാങ്ങിക്കുന്നത്. അതിന് പ്രത്യുപകാരമായി പാചകം ചെയ്യാനുള്ളതെല്ലാം വീടിനുള്ളിൽ നിന്ന് അവർ എടുത്തു തരും. അലക്സിന് മോഷ്ടിക്കേണ്ട ജോലി പറ്റെ കുറഞ്ഞു. ഞങ്ങൾ രാവിലെ എന്തെങ്കിലും കറി ഉണ്ടാക്കി വെക്കും. എരിവ് കൂടുതലുള്ളതുകൊണ്ട് വേറെ ആരും കഴിക്കില്ല. മായ മാത്രം വല്ലപ്പോഴും ഒന്ന് രുചിച്ച് നോക്കും. ആ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബാബയുടെ മകൻ അബ്ദുള്ളയും അദ്ദേഹത്തിന്റെ ഭാര്യ ഫൗസിയയുമാണ്. രണ്ടുപേരും നല്ല പെരുമാറ്റം. ഫൗസിയ ഗർഭിണിയായിരുന്നു. എന്തൊക്കെയോ മറ്റ് അസുഖങ്ങളുള്ളതിനാൽ അവർക്കിടയ്ക്കിടെ ഹോസ്പിറ്റലിൽ പോവേണ്ടി വരും. ഞാൻ തന്നെയാണ് കൊണ്ടുവിടാറ്. ഓരോ തവണ പോകുമ്പോഴും എന്തെങ്കിലും ഫുഡും ഇടയ്ക്ക് കാശുമൊക്കെ തരും. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത കുറേ നാളുകൾ. ഒരു വൈകുന്നേരം പതിയെ പോലെ ബാബു പുറത്തേക്ക് പോവുകയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മുഖഭാവത്തിൽ നിന്നും മൂഡ് ശരിയല്ലെന്ന് മനസ്സിലായി. അളിയ, വട്ടിന്റെ ഗുളിക കിളവനൊന്നും കഴിച്ചിട്ടില്ല, നീയൊന്ന് സൂക്ഷിച്ചോ. അലക്സ് അടുത്തു വന്ന് മുന്നറിയിപ്പ് നൽകി. ചെറിയ പേടിയോടെ ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറി. ഗുഡ് ഈവനിങ് ബാബ. മറുപടിയില്ല. അദ്ദേഹം റേഡിയോ ഓൺ ചെയ്തു. സുജി, ഞാൻ പറയുന്ന പോലെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യ്. നേരെ പോ. ഞാൻ അനുസരിച്ചു. ഇങ്ങേർക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിഞ്ഞാൽ അവിടെ എത്തിക്കാം. പക്ഷെ ഇതെങ്ങനെ ശരിയാവും? സിഗ്നല് ലെഫ്റ്റ്. അടുത്ത നിർദ്ദേശം. വേറെ നിവൃത്തിയില്ല. പല വഴികളിലൂടെ സഞ്ചരിച്ച് ഒടുക്കം സാൽമിയയിലെത്തി. ഞാൻ അവിടെ ഒരു പാർക്കിങ്ങിൽ പ്രവേശിച്ചു. അവിടെ അറബിക്കിൽ എഴുതിയ വലിയൊരു ബോർഡ് കണ്ടോ? ഇല്ല ബാബ. പിന്നെ എന്താ അവിടെ ഉള്ളത്? ഇവിടെ കടലാണ്. കടലോ? നീ എവിടെയാ കൊണ്ടുവന്നേ? യു സ്റ്റുപ്പിഡ്! എനിക്ക് ഹവലിയിലാ പോവേണ്ടത്. ഞാൻ പറഞ്ഞു തന്ന വഴിയിലൂടെ അല്ല നീ വന്നത്, ഇഡിയറ്റ്. ബാബയുടെ ഗർജനം കാറിനെ പിടിച്ച് കുലുക്കി. നിനക്കൊക്കെ ആരാണ് ലൈസൻസ് തന്ന്? ഒരു ജോലി ഏൽപ്പിച്ചാൽ ചെയ്യാനുള്ള ബുദ്ധിയില്ല, കഴുത. പിന്നീട് അങ്ങോട്ട് ഇംഗ്ലീഷിലും അറബിയിലും തെറികളുടെ ഘോഷയാത്രയായിരുന്നു. എനിക്ക് തൊലിയുരിയുന്ന പോലെ തോന്നി. കണ്ണുകൾ നിറഞ്ഞു. ദേഷ്യത്തിന്റെ മൂർധന്യാവസ്ഥയിൽ അദ്ദേഹം എന്റെ നേരെ കാറി തുപ്പി. അതോടെ എന്റെ നിയന്ത്രണം വിട്ടു. ഞാൻ പുറത്തിറങ്ങി അബ്ദുള്ളയുടെ നമ്പറിൽ വിളിച്ചു. സുജി, നീ ഫോൺ ബാബക്ക് കൊടുക്കൂ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അബ്ദുള്ള പറഞ്ഞു. ഞാൻ കാറിന്റെ അപ്പുറത്തേക്ക് ചെന്ന് ഡോർ തുറന്ന് ഫോൺ ബാബക്ക് കൊടുത്തു. അദ്ദേഹം അബ്ദുള്ളയോട് അലറി വിളിക്കുകയാണ്. അറബി പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും എന്നെക്കുറിച്ചാണ് സംസാരം. ബീച്ചിലേക്ക് പോകുന്ന ചിലർ അത് ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് വല്ലാത്ത വല്ലായ്മ തോന്നി. ഏതോ നാട്ടിൽ വന്ന് ഞാൻ അപമാനിക്കപ്പെടുകയാണ്. കുറെ നേരത്തെ സംസാരത്തിന് ശേഷം ബാബ ഫോൺ നീട്ടി. ഞാനത് വാങ്ങി. അബ്ദുള്ള ലൈനിൽ തന്നെയുണ്ട്. സുജി, ഡോൺ വറി, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ കറക്റ്റ് എവിടെയാ? സാൽമിയ സീഫ് ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ്. ഇവിടെ ബീച്ചിലെ പാർക്കിംഗ് ഉണ്ട് സർ. ഓക്കെ, നീ പേടിക്കണ്ട. ഇനി ബാബു വഴക്ക് പറയില്ല. കാറിലിരുന്നോ? കോള് കട്ടായി. ഞാൻ കാറിന്റെ ബോണ്ടിൽ ചാരി നിന്നു. ഉറക്കെ കരയണമെന്നൊക്കെ തോന്നുന്നുണ്ട്. ഹവലിയിലേക്കാണ് പോവേണ്ടെന്ന് ഈ കിളവിന് മര്യാദക്ക് പറഞ്ഞാൽ പോരെ. അങ്ങേറ്റ ഒടുക്കത്തെ ലെഫ്റ്റ് റൈറ്റ് സ്ട്രൈറ്റ്. നാട്ടിൽ വെച്ചാണ് ഇതുപോലെ ആരെങ്കിലും തെറി വിളിച്ചെങ്കിലും മൂക്കിടിച്ച് പരത്തിയേനെ ഞാൻ. ഇതിപ്പോൾ ഇവരുടെ രാജിയായിപ്പോയി. നിഘണ്ടുവിലുള്ളതില്ലാത്തതുമായ സകല തെറികൾ എന്നെ വിളിച്ചിട്ട് അതിൻ്റെ യാതൊരു അഹങ്കാരമില്ലാതെ കിളവൻ സീറ്റിൽ ചാരിക്കിടന്ന് റേഡിയോയിലെ പാട്ടിനനുസരിച്ച് താളം പിടിക്കുകയാണ്. എനിക്കാണെങ്കിൽ അടിമുടി വിറഞ്ഞു കയറി. നേരെ ഇങ്ങനെ ഉൾപ്പെടെ കാർ കടൽ കൊണ്ടിട്ടാലോ? പിടിവിട്ടു പോകുന്ന ചിന്തകളെ ഞാൻ അടക്കി നിർത്താൻ പാടുവിട്ടു. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അബ്ദുള്ളയുടെ റേഞ്ച് റോവർ എൻ്റെ കാറിനടുത്ത് വന്ന് നിന്നു. പുഞ്ചിരിയോടെ അവൻ എൻ്റെ തോളിൽ തട്ടി. റിയലി സോറി സുജി, ബാബ ഞാൻ കൊണ്ടുപോയിക്കോളാം. നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോ. ഇന്നിന് വേറെ ജോലിയും ചെയ്യണ്ട, ഞാൻ മാമയോട് പറഞ്ഞിട്ടുണ്ട്. അവൻ ബാബി ഇറക്കി തന്നെ വണ്ടിയിൽ കയറ്റി. ഞാൻ കാർ സ്റ്റാർട്ട് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു. പാർക്കിംഗ് ഏരിയയിൽ ആരോടോ ഫോൺ ചെയ്യായിരുന്ന അലക്സ് എൻ്റെ കാർ കണ്ട് അടുത്തെത്തി. അളിയ, എന്തുണ്ടായി? അബ്ദുള്ള ഉറക്കത്തിൽ നിന്നിട്ട് ഓടിയായിരുന്നു മായ പറഞ്ഞു. കിളവനോടെ? അങ്ങനെ ഞാൻ പൊട്ടം കണ്ടി തള്ളിയിട്ടു. രോഷത്തോടെ ഞാൻ കാറിന്റെ ഡോർ വലിച്ചടച്ചു. എന്തൊരു വിവരം കിട്ടവനാണോ അയാള്? 20 വർഷം മുമ്പുള്ള റോഡാണ് ഇപ്പോഴും കിളവന്റെ വിചാരം. ഇവിടെ ഓരോ വർഷവും പുതിയ റോഡുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും ബോധമില്ല. 24 മണിക്കൂർ റേഡിയോ തുറന്നു വെച്ചിരിക്കുന്നതിന് ഗുണമെങ്കിലും കാണിക്കണ്ടേ? മതി, നിർത്തി. എനിക്കിവിടെ പറ്റില്ല. ഞാൻ നാട്ടിലേക്ക് പോവാ. ഇങ്ങനെ ആട്ടും തുപ്പും കേട്ട് ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അളിയാ, നീ ഒന്ന് അടങ്ങ്. അലക്സ് എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. നമുക്ക് വഴിയുണ്ടാക്കാം. കിളവന്റെ സ്വഭാവം ഇതാണെന്ന് ഞാൻ പറഞ്ഞല്ലേ. നീ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ഡ്രൈവർമാരൊക്കെ പണി മതിയാക്കാൻ ഇതാ കാരണം. പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് വല്ലപ്പോഴും മാത്രമേ കിളവിന് വട്ടുവരാറുള്ളൂ. അങ്ങേരിക്ക് എന്തായാലും എനിക്കൊരു ചുക്കൂല അലക്സേ. ഞാൻ വരുന്ന വഴിക്ക് അബ്ദുള്ളയെ വിളിച്ചിരുന്നു. വേറെ ഡ്രൈവർ അന്വേഷിച്ചോ, എനിക്കിവിടെ വയ്യെന്ന് പറഞ്ഞിട്ടുണ്ട്. ആഹാ, എന്നിട്ട് അവനെന്താ പറഞ്ഞേ? രാത്രി സംസാരിക്കാന്ന്. അവൻ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സ് മാറില്ല. ഞാൻ പോയി ബാഗ് റെഡിയാക്കട്ടെ.
എടാ എടുത്തിയാണല്ലേ 2 കൊല്ലത്തേക്ക് വിസ അടിച്ചിട്ട് നിന്നെ ഇവർ പോകാൻ വിടുമെന്ന് തോന്നുന്നുണ്ടോ? വേണ്ട, പക്ഷെ ജോലി ചെയ്യണോ വേണ്ടെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്, തൂക്കിക്കൊല്ലുന്നില്ലല്ലോ. ഞാൻ പിന്മാറാൻ ഒരുക്കമല്ലായിരുന്നു. റൂമിൽ ചെന്ന് സാധനങ്ങളെല്ലാം ബാഗിലെടുത്ത് വെച്ചു. പിന്നെ ഒരു സിഗരറ്റ് കത്തിച്ച് വലിച്ചു. അലക്സിന്റെ വാക്കുകൾക്കൊന്നും ഞാൻ ചെവി കൊടുത്തില്ല. ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണമെന്നൊരു ചിന്ത മാത്രം. രാത്രി അബ്ദുള്ള റൂമിന് മുന്നിലേക്ക് വന്നു. സുജി, സംഭവിക്കാൻ പാടില്ലാത്താണ് സംഭവിച്ചത്, എനിക്കറിയാം. പക്ഷേ ബാബയുടെ അവസ്ഥ കൂടി നീ ചിന്തിക്കണം. സോറി സർ, ഞാൻ ജോലി ചെയ്യാനാണ് വന്നത്. ഇങ്ങനെ തുടരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എന്നെ വിട്ടേക്ക്. യാതൊരു ഒത്തീർപ്പിനും വഴങ്ങില്ലെന്ന മട്ടിൽ ഞാൻ പറഞ്ഞു. അബ്ദുള്ള കുറച്ചേരം ആലോചിച്ചു. ശരി, നിന്റെ ഇഷ്ടം. പക്ഷെ ബാബയ്ക്ക് നിന്നോട് എന്തോ സംസാരിക്കാനുണ്ട്. അതിനുശേഷം തീരുമാനിച്ചു. ഇവിടെ ആരും നിന്നെ ഫോഴ്സ് ചെയ്യില്ല. സോ പ്ലീസ് കം. അബ്ദുള്ള ഗ്ലാസ് ഡോർ തുറന്ന് വീടിനകത്തേക്ക് കയറി. പുറകെ ഞാനും. വലിയൊരു മുറിയായിരുന്നു അത്. ഒരു ഭാഗത്ത് ഷെൽഫിൽ നിറയെ പുസ്തകങ്ങൾ, അതിൻ്റെ അടുത്ത് ചുമലിൽ നിറയെ ഫോട്ടോകളാണ്. ബാബയുടെ ചെറുപ്പകാലം മുതലുള്ളതുണ്ട്. ഏതോ സായിപ്പിന്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങുന്നു, കുതിരപ്പുറത്ത് ഇരിക്കുന്നു, തോക്കും പിടിച്ച് നിൽക്കുന്നു, അങ്ങനെ ഒരുപാട് എണ്ണം. ആദ്യമായിട്ടാണ് ഞാൻ വീടിനുള്ളിൽ പ്രവേശിക്കുന്നത്. ബെഡിന്റെ അടുത്തുള്ള സോഫ സെറ്റിൽ ബാബ ഇരിക്കുന്നുണ്ട്. അടുത്ത് തന്നെ അലക്സും. ബാബ, സുജി വന്നിട്ടുണ്ട്, അബ്ദുള്ള അറിയിച്ചു. പിന്നെ അലക്സിനെ നോക്കി. അലക്സ്, നീ പുറത്തേക്ക് പോയിക്കോ, വിളിച്ചിട്ട് വന്നാൽ മതി. അവൻ പോയ ശേഷം ആ മുറിയിൽ നിശബ്ദത കനത്തു. മൊബൈൽ റിങ് ചെയ്തപ്പോൾ അബ്ദുള്ള അപ്പുറത്തേക്ക് നടന്നു. ആ മുറിയിൽ ഞാനും ബാബയും മാത്രമായി. റേഡിയോയിൽ അറബിയിലുള്ള സംഗീതം മുഴങ്ങുന്നുണ്ട്. സുജി, ഇവിടെ വന്നിരിക്കുക. സൗമ്യമായ ശബ്ദത്തിൽ ബാബ പറഞ്ഞു. ഞാൻ സെറ്റിയുടെ ഓരം ചേർന്നിരുന്നു. പിന്നെയും മൗനം. ഈ പാട്ട് നിനക്കറിയോ? പിന്നെ ഞാൻ അറബിയുടെ മോനാണല്ലോ. എനിക്കറിയില്ല. കുവൈറ്റിലെ പഴയൊരു മ്യൂസീഷ്യനാ അബൂ ഫവാസ്. ദാ ആ കോർണറുള്ള ഫോട്ടോ നോക്ക്. 2 ചെറുപ്പക്കാർ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ. ഒന്ന് ഞാൻ, മറ്റേത് അബൂ ഫവാസ്. അമേരിക്കയിൽ വെച്ചെടുത്ത ഫോട്ടോയാ. എൻ്റെ ഫ്രണ്ടായിരുന്നു, മരിച്ചിട്ട് 4 വർഷമായി. ബാബ ഒന്ന് വിശ്വസിച്ചു. ആ ഫോട്ടോസിലെ ഭൂരിഭാഗം പേരും ജീവനോടെ ഇല്ല. ഞാനും കുറച്ച് നല്ല ഓർമ്മകളും മാത്രം. ബാബ കൊണ്ട് എന്ത് ജോലിയാണ് ചെയ്തിരുന്നത്? അറിയാനുള്ള ആകാംക്ഷയിൽ ഞാൻ എൻ്റെ ദേഷ്യം മാറ്റിവെച്ചു. പഠിച്ചതൊക്കെ ലണ്ടനിലായിരുന്നു. അവിടെ തന്നെ ബിസിനസ് ആരംഭിച്ചു. കണ്ണിൻ്റെ പവർ കുറഞ്ഞു വന്നോടെയാ കുവൈറ്റിലേക്ക് തിരിച്ചെത്തിയത്. വീണ്ടും നിശബ്ദത. സുജി, നിന്റെ ഫാദറിന് എത്ര വയസ്സുണ്ട്? ഏകദേശം 50-നടുത്ത്. ഞാൻ പറഞ്ഞു. അച്ഛൻ്റെ പ്രായം പോലും കൃത്യമായിട്ട് അറിയാത്ത മകൻ. ഇതെങ്ങാനും അച്ഛൻ അറിഞ്ഞ ഓടിച്ചിട്ട് അടിക്കും. എനിക്ക് 84 വയസ്സുണ്ട്. എന്ന് വെച്ചാ സുജിയുടെ ഗ്രാൻഡ് ഫാദറിനേക്കാൾ പ്രായം അല്ലേ? അന്ധനായ, അസുഖബാധിതനായ ഒരു ഓൾഡ് മാൻ എന്തെങ്കിലും പറഞ്ഞാ അത് ക്ഷമിച്ചൂടെ? എനിക്കറിയാം ഞാൻ വളരെ മോശമായിട്ട് സംസാരിച്ചതെന്നും പെരുമാറിയതെന്നും. പക്ഷേ ഞാൻ മെന്റലി ഓക്കെ ആയിട്ടുള്ള ഒരാളല്ല. ഇതിനൊക്കെ എന്ത് മറുപടി പറയാനാണ്? ഞാൻ മിണ്ടാതിരുന്നു. സുജി, നീ ആ ഫോട്ടോസ് എല്ലാം ശ്രദ്ധിച്ചോ? ഞാൻ എത്ര ഹാപ്പി ആയിരുന്നു എന്നറിയോ? കാണാത്ത രാജ്യങ്ങളില്ല. നിന്റെ ഇന്ത്യയിലും വന്നിട്ടുണ്ട്. പക്ഷെ പെട്ടെന്നാ എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത്. ഇപ്പം എനിക്കെല്ലാം ഇരുട്ടാ. ജീവിതത്തിൽ നിന്നും വർണ്ണങ്ങൾ നഷ്ടമാകുന്നത് എത്ര ഭീകരമാണെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഭാര്യയുടെയോ മക്കളുടെയോ അവരുടെ കുട്ടികളുടെയോ, എന്തിന് കണ്ണാടിയിൽ എൻ്റെ മുഖം പോലും കാണാൻ കഴിയുന്നുണ്ടോ? ശബ്ദം മാത്രമാണ് എൻ്റെ ലോകം. ആ ശബ്ദത്തിൻ്റെ ഉടമയുടെ രൂപം മനസ്സിൽ വരച്ചെടുക്കാൻ പറ്റാതെ തോറ്റുപോകുമ്പോഴുള്ളൊരു സങ്കടമുണ്ട്. ആ ശബ്ദം വല്ലാതെ നീർത്തിരുന്നു. എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. നീ കരുതും ഞങ്ങൾ കുവൈറ്റികളാണ് സമ്പന്നർ, അതുകൊണ്ട് തന്നെ ആഗ്രഹിച്ചെല്ലാം നടക്കുന്നൊക്കെ അല്ലേ? പക്ഷേ പൈസ കൊണ്ട് നേടാൻ പറ്റാത്തത് പലതുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായോ സുജി? അബ്ദുള്ളയേക്കാൾ ചെറുപ്പമാണ് നീ. ഈ വീട്ടിലെല്ലാവർക്കും നിന്നെ ഇഷ്ടപ്പെട്ടു. ഞാൻ നിന്നെ വേദനിപ്പിച്ചെങ്കിൽ സോറി. ഇനി ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് തരാനും കഴിയില്ല. കാരണം ചിലപ്പോൾ എൻ്റെ മൈൻഡ് എൻ്റെ കൺട്രോളിലല്ല. ആ മനുഷ്യനോടുണ്ടായിരുന്ന വെറുപ്പ് മുഴുവൻ അലിഞ്ഞില്ലാതെയായി. ഞാൻ ആര്? വെറുമൊരു ഹൗസ് ഡ്രൈവർ. എന്നെ തല്ലിയാൽ പോലും ഇവിടെ ഒരാളും ചോദിക്കാനില്ല. എന്നിട്ടും അദ്ദേഹം മാപ്പ് പറഞ്ഞു. ആ വലിയ മനസ്സിന് മുമ്പിൽ ഞാൻ തോറ്റു. അത് വിട്ടേക്ക് ബാബ, ഞാൻ പോയി ഉറങ്ങട്ടെ, രാവിലെ ഡ്യൂട്ടി ഉണ്ട്. ആ ടേബിൾ ഒരു കവർ കണ്ടോ? അത് നിനക്കുള്ളതാ, എടുത്തോ. ഞാനത് തുറന്നു നോക്കി. ഒരു പുതിയ മൊബൈലായിരുന്നു. അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു ഒത്തിരി സന്തോഷത്തോടെ ഞാൻ റൂമിലെത്തി. ആഹാ, കോൾ അടിച്ചല്ലോടാ. 2 തെറി കേട്ടെങ്കിൽ എന്താ, പുത്തൻ മൊബൈൽ കിട്ടിയില്ലേ? അലക്സ് ഫോൺ തിരിച്ചു മറിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. രാത്രി മൊത്തം തെറി കേൾക്കുന്ന എനിക്ക് ആ കിളവനൊരു പിണ്ണാക്കും തരുന്നില്ല. നിന്റെ സമയം കൊള്ളാം. നിനക്കിതൊരൊന്നും കിട്ടിയിട്ടില്ലേ?
ആ പുള്ളി നല്ല മൂടാണ് എന്തെങ്കിലും കിട്ടും. അബ്ദുള്ള ഇടയ്ക്കിടെ കാശ് തരാറുണ്ട്. ആ എടാ അത് പറഞ്ഞപ്പോഴാ ഒരു കാര്യം മറന്നുപോയി. ഫൗസിയമാണ് പ്രസവിച്ചു, പെൺകുഞ്ഞാ. അതെപ്പോ? നാളെ അതിൻ്റെ ആ ഗംഭീര പാർട്ടിയാണുമായിരിക്കും. എനിക്ക് അബ്ദുള്ളയോടുള്ള ബഹുമാനം ഇരട്ടിച്ചു. ഒരു കുഞ്ഞുണ്ടായിട്ടും ഹോസ്പിറ്റലിൽ ചെന്ന് നിൽക്കുന്നതിന് പകരം ഡ്രൈവറെ ആശ്വാസം ചെലവഴിച്ച മനുഷ്യർ. അഹങ്കാരികൾ, മനുഷ്യത്വമില്ലാത്തവരെന്നൊക്കെ കുവൈറ്റുകളെ കുറിച്ച് പൊതുവെ പറയാറുണ്ട്. എൻ്റെ മുൻധാരണകൾ മാറി മറിയുകയാണ്. ബാബയെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്തൊരു വേദന. മകൻ്റെ കുഞ്ഞിൻ്റെ മുഖം കാണാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനില്ല. സ്നേഹിച്ച പെണ്ണിനെ നഷ്ടപ്പെട്ടതാണ് ഏറ്റവും വലിയ സങ്കടമെന്ന് കരുതിക്കൊണ്ടിരുന്ന ഈ ഭൂമിയിൽ മറ്റൊരാളുടെ വികാരങ്ങൾക്കും പ്രാധാന്യം നൽകാതിരുന്ന എനിക്ക് ഇന്ന് വേറൊരാളുടെ അവസ്ഥയിൽ കണ്ണു നിറയുന്നുണ്ട്. ഞാൻ ജീവിതം പഠിച്ചു തുടങ്ങി. പിന്നീട് പലപ്പോഴും ബാബയുടെ ദേഷ്യം കാണേണ്ടി വന്നെങ്കിലും എനിക്കതിൽ സങ്കടമൊന്നും തോന്നിയില്ല. 5 മിനിറ്റ് കഴിഞ്ഞാൽ അദ്ദേഹം കയ്യിൽ പിടിച്ച് സോറി പറയും. ഞങ്ങൾക്കിടയിൽ നല്ലൊരു ആത്മബന്ധം ഉടലെടുത്തു. വൈകുന്നേരങ്ങളിലെ യാത്രയിൽ പണ്ടത്തെ വീരസാഹസിക കഥകളൊക്കെ ആവേശത്തോടെ ബാബ വിവരിക്കാറുണ്ട്. കുവൈത്തിൻ്റെ ചരിത്രം, സദ്ദാമിൻ്റെ അധിനിവേശം, അങ്ങനെ ഒരുവിധമെല്ലാം ഞാൻ അറിഞ്ഞത് ബാബയിൽ നിന്നാണ്. ഇടയ്ക്ക് എൻ്റെ കുടുംബത്തെക്കുറിച്ചും അന്വേഷിക്കും. അച്ഛനെയും അമ്മയും എന്നും ഫോൺ ചെയ്യണമെന്നും അവർ നഷ്ടപ്പെട്ടാൽ ജീവിതം ദുസ്സഹമാണെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഏതോ ഓർമ്മയിൽ ഇടറാറുണ്ട്. തേപ്പ് കിട്ടിയ സങ്കടത്തിലാണ് ഞാൻ കുവൈത്തിലേക്ക് വീണ്ടും വന്നതെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് ആ പെണ്ണിപ്പോ എവിടെയാ? ബാബ ചോദിച്ചു. വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. സാരല്ല സുജി, അവൾക്ക് നിന്നെ കിട്ടാനുള്ള ഭാഗ്യമില്ല. നീ ഒരു നല്ല മനുഷ്യനാ. നിനക്കുള്ള പെണ്ണിനെ അള്ളാഹു എവിടെയോ സൃഷ്ടിച്ചിട്ടുണ്ട്. സമയമാവുമ്പോൾ നിന്റെ മുമ്പിൽ വരും. ഞാനൊന്ന് വിശ്വസിച്ചു. ശരിയാണ്, എവിടെയെങ്കിലും ഉണ്ടാവും. അള്ളാഹുവോ പറശ്ശിനിക്കടവോ മുത്തപ്പനോ കർത്താവോ ആരെങ്കിലും അവളെ ഒന്ന് മുന്നിൽ എത്തിച്ചാൽ മാത്രം മതി. പെണ്ണ് കെട്ടി സുഖിക്കാനുള്ള ആഗ്രഹമൊന്നുമല്ല. അവളുടെ കൈപിടിച്ച് ശില്പിയുടെയും എന്നെ കളിയാക്കിയ നാട്ടുകാരെ തെണ്ടികളുടെയും മുന്നിലൂടെ നെഞ്ചും വിരിച്ച് നടക്കണം. ഒരു ദിവസം രാവിലെ കാറുകളൊക്കെ കഴുകിക്കഴിഞ്ഞ ശേഷം പാചകത്തിനായി കിച്ചണിലേക്ക് കയറുകയായിരുന്നു ഞാൻ. അലക്സിന് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നില്ല. മാമ എഴുന്നേറ്റ് ബാബയുടെ മുറിയിലെത്തിയാൽ മാത്രമേ അവന് പുറത്തിറങ്ങാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ ദിവസവും ഞാൻ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഡോറ് തുറന്ന് അകത്ത് കയറിയ ഞാൻ ഞെട്ടിപ്പോയി. അവിടെ ഒരു പെണ്ണ്. ഈ സമയത്ത് അവിടെ ആരും വരാറില്ല. ഇനി വല്ല യക്ഷിയുമാണോ? പുറംതിരിഞ്ഞു നിൽക്കുകയാണ് അവൾ. വെള്ള ഷർട്ടും വെള്ള പാൻറ്റും വെള്ള ഷൂസും. ഞാനൊന്ന് ചുമച്ചു. അവൾ ഞെട്ടിത്തിരിഞ്ഞു. കൂടുതൽ വർണ്ണിക്കാനുള്ള സൗന്ദര്യമൊന്നുമില്ല. സൗത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ശ്രീലങ്കക്കാരി. പക്ഷെ ആ കുഞ്ഞുമുഖത്തെ ഏറ്റവും വലിയ ആകർഷണം പൂച്ചക്കണ്ണുകളായിരുന്നു. ഈ വീട്ടിലെ എല്ലാ ജോലിക്കാരെയും എനിക്കറിയാം, പക്ഷേ ഇവളിതുവരെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ചോദിച്ചു. അവൾ മറുപടിയൊന്നും പറയാതെ ഒരു കോഫി ഉണ്ടാക്കി കുടിച്ചു. 5 മിനിറ്റ് അവിടെ നിന്നിട്ട് ഉത്തരം കിട്ടാതായപ്പോൾ ഞാൻ ചമ്മിനാറി മുറിയിലേക്ക് തിരിച്ചു പോയി. എന്നാലും ഏതാണ് അവള്? ഒരാൾ ചോദ്യം ചോദിച്ചതിന് മറുപടി കൊടുക്കാനുള്ള മാനേഴ്സ് പോലും ഇല്ലാത്ത ജാടക്കാരി. എന്തുവാടെ കൊച്ചു ഉൾപ്പങ്കാലത്ത് കുത്തിയിരുന്ന് ആലോചിക്കുന്നേ? അലക്സ് കോട്ട് വായിട്ടുകൊണ്ട് കയറി വന്നു. വല്ലതും ഉണ്ടാക്കിയോളിയാ? ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അവിടെ ഏതൊരു യക്ഷി ഇരിക്കുന്നു. യക്ഷിയോ? ആ, ഏതോ ഒരു പെണ്ണ്. ആരാന്ന് ചോദിച്ചിട്ട് ഒരു അക്ഷരമിണ്ടാ കോഫി കൂച്ചുന്നു. ഒരു പൂച്ചക്കണ്ണുള്ള പെണ്ണാണോ? ആ അതെ. ഏടാത് റോഷിനിയാണോ? ഫൗസിയ മാഡത്തിന് ഡെലിവറി ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയെന്ന് പറഞ്ഞില്ലേ? റെസ്റ്റ് വേണം, മാഡത്തിനെയും കുഞ്ഞിനെയും നോക്കാവുന്ന പുതിയ നേഴ്സാണ്. ഇന്നലെ നട്ടപ്പാതിരിക്ക അബ്ദുള്ള റോഷിനി ഇങ്ങോട്ട് കൊണ്ടുവന്നേ. എന്തായാലും മലയാളി നേഴ്സിനെ കിട്ടാത്തല്ലോ നിന്റെ പരാതി തീർന്നല്ലോ. എനിക്കൊരുത്തിയും വേണ്ട, പ്രത്യേകിച്ച് ഇതുപോലുള്ള അഹങ്കാരികളെ. അളിയ നേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മാലാഖയെ ഓർമ്മ വരണം. നല്ല പുഞ്ചിരി കൊണ്ട് സംസാരിക്കണം. അതിന് നീ കുവൈറ്റ് ഒന്നുമല്ലല്ലോ, ഇവിടുത്തെ ഡ്രൈവറല്ലേ? എങ്ങനെ നോക്കിയാലും നേഴ്സാണ് ഡ്രൈവറേക്കാൾ മുകളിൽ. ഞാനവൾ ഒറ്റക്കെട്ടാ. മേലാൽ നേഴ്സുമാരെ കുറ്റം പറഞ്ഞാലേ കിളവന്റെ വയറേക്കാളം മരുന്നിരിപ്പുണ്ട്. അത് നിന്റെ ഫുഡിൽ കലക്കി തരും, ഓർത്തോ. അലക്സ് വിരൽ ചൂണ്ടി പിന്നെ ടവലും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. ഞാൻ പതിയെ ബെഡിലേക്ക് ചാഞ്ഞു. ഫോൺ ബെല്ലടിച്ചപ്പോൾ ഞാൻ എടുത്തു നോക്കി. അബ്ദുള്ളയാണ്. അസ്സലാമു അലൈക്കും സർ. വാലൈക്കും സലാം സുജി. എവിടെയുള്ളത്? സാൽമിയില്ല. ശീഷോലിക്കാനാണോ? ഏയ് അല്ല, ബാബയുടെ ഫ്രണ്ടിനെ കാണാൻ വന്നാ. മങ്ങിയ വെളിച്ചത്തിൽ എൻ്റെ മുന്നിലിരിക്കുന്ന ബാബയെ ഞാൻ ഒളി കണ്ടിട്ട് നോക്കി. മൂപ്പരി ശീഷയുടെ, അതായത് നമ്മൾ ഈ ഹുക്ക എന്നൊക്കെ പറയുന്ന സാധനം, അതിൻ്റെ പൈപ്പിൻ്റെ അഗ്രം ചുണ്ടിൻ്റെ കോണിൽ വെച്ച് ജോസ് പ്രകാശിനെ പോലെ പുകവർത്തുകയാണ്. അദ്ദേഹത്തിന് ആകെയുള്ള ദുശീല ഈ വലിയാണ്. സ്ഥിരമൊന്നുമില്ല. ആഴ്ചയിൽ 1-2 തവണ സാൽമയിലെ ഈ ഹോട്ടലിൻ്റെ റൂഫിൽ വന്നിരുന്ന് വലിക്കും. അല്ലെങ്കിൽ പുള്ളിയുടെ ആരാധകനായ ഈജിപ്തുകാരൻ ഡോക്ടർ ഐമൻ്റെ ഫ്ലാറ്റിൽ ചെന്നാൽ. വീട്ടിലാർക്കും ബാബ പുകവലിക്കുന്ന ഇഷ്ടമല്ല. എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും അനുവദിക്കരുതെന്ന്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ കരുതിയാണത്. പക്ഷെ ബാബ ആവശ്യപ്പെടുമ്പോൾ നിരസിക്കാൻ എനിക്ക് തോന്നാറില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യം മറ്റാരും അറിയാതെ ഞാൻ ശ്രദ്ധിക്കും. ഓക്കെ സുജി, നീ തിരിച്ചെത്തിയ റോഷിനെ കൊണ്ടുവിടാൻ മറക്കരുത്. ആരാ സുജി? അബ്ദുള്ളയാണോ? അതെ ബാബ, ശീഷ വലിക്കുന്നുണ്ടോ തന്നെ വിളിച്ചാ. ഇപ്പൊ ബാബയുടെ കൂടെ ചെന്ന് ഞാനും കള്ളം പറയാൻ പഠിച്ചു. ബാബ ഉറക്കെ ചിരിച്ചു. ആ നേഴ്സ് നിന്റെ നാട്ടുകാരിയല്ലേ? അതെ, കേരളത്തിൽ തന്നെയാ. പക്ഷെ ഞാൻ കണ്ണൂര്, അവൾ പാലക്കാട്. കുറച്ച് ദൂരമുണ്ട്.
എന്തായാലും ഭാഷ ഒന്ന് തന്നെയാണല്ലോ. എന്നിട്ടെന്താ കാര്യം? അവളൊന്നും സംസാരിക്കില്ല, ഒരു പ്രത്യേക ക്യാരക്ടറാണ്. സ്വന്തം നാട്ടുകാരുടെ സ്വഭാവം അറിയുന്നുണ്ടാവും. വീണ്ടും കള്ളച്ചിരി. ആഹാ, അറബി വരെ കൗണ്ടടിക്കാൻ പഠിച്ചു. സത്യമായിട്ട് ഞാൻ റോഷിനിയോട് മിണ്ടാറില്ല. രാത്രി 10 മണിക്ക് മഹബുല്ല എന്ന സ്ഥലത്ത് അവളുടെ താമസ സ്ഥലത്ത് കൊണ്ടുവിടും. രാവിലെ അവിടെ പോയി പിക്ക് ചെയ്ത് വീട്ടിൽ വരും. ആദ്യത്തെ ഒരു ദിവസം മാത്രമേ അവൾ വീട്ടിൽ താമസിച്ചുള്ളൂ. അത് മാഡത്തിന് തീരെ വയ്യാതിരുന്നുകൊണ്ട് അബ്ദുള്ള കൂട്ടിക്കൊണ്ടുവന്നതായിരുന്നു. അവള് സുന്ദരിയാണോ സുജി? ബാബയുടെ ചോദ്യം. ആ, വലിയ കുഴപ്പമില്ല. അല്ലെങ്കിലും ഇന്ത്യൻ ലേഡീസിനെ കാണാൻ പ്രത്യേക ഭംഗിയാ, നല്ല സ്വഭാവം. ഉവ്, ആ നല്ല സ്വഭാവത്തിന് ഉടമയായിട്ടുള്ള ഒരുത്തിയാ എന്നെ തേച്ചിട്ട് പോയത്. ബാബ ശീഷയുടെ പൈപ്പിന്റെ അകലെ ടിഷ്യൂ കൊണ്ട് തുടച്ച് വൃത്തിയാക്കി എനിക്ക് നീട്ടി. അതൊരു പതിവാണ്. അദ്ദേഹത്തിന് വലിച്ചു മതിയായാൽ എനിക്ക് തരും, ബാക്കി എൻ്റെ ഊഴമാണ്. ഞാനത് ആഞ്ഞു വലിച്ചു, അഭിമാനത്തോടെ, അഹങ്കാരത്തോടെ. അവിടെയുള്ള മറ്റുള്ളവർക്ക് അതൊരു അത്ഭുത കാഴ്ചയാണ്. കുവൈറ്റിയും ഡ്രൈവർ ഒരുമിച്ചിരുന്ന് ശീർഷ വലിക്കുന്നു. ബാബയ്ക്ക് ഞാനിന്ന് വെറുമൊരു ഡ്രൈവറല്ല, അദ്ദേഹത്തിൻ്റെ കണ്ണ് തന്നെയാണ്. പറയുന്നത് ഇന്നും സാധിച്ചു കൊടുക്കുന്ന മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. എന്നോ മരിച്ചുപോയ അപ്പൂപ്പിനേക്കാൾ പ്രായമുള്ള ആ മനുഷ്യനെ ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന പോലെയാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. അതറിയാവുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയോ മക്കളോ എന്നെ വേറെ കാര്യത്തിനും ബുദ്ധിമുട്ടിക്കാറില്ല. അന്ന് രാത്രി റോഷിനെ കൊണ്ടുവിട്ട് റൂമിലെത്തിയപ്പോൾ അലക്സ് ബെഡിൽ കിടന്ന് ഫോൺ ചെയ്യുകയാണ്. കാണാൻ മോശമൊന്നുമില്ല, പാലക്കാട് ഏരിയ. ഇവന് പക്ഷേ ഇഷ്ടപ്പെടണ്ടേ? ഇനിയിപ്പോൾ ഇവിടെയുള്ള ഫിലിപ്പീനിൽ നോട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. തെണ്ടി, എന്നെ പറ്റി വീട്ടുകാരോട് കുറ്റം പറയാം. ഞാൻ കയ്യിൽ കിട്ടിയ സ്പ്രേ ബോട്ടിലെടുത്ത് അവൻ്റെ നേരെ എറിഞ്ഞു. ഞാൻ അവൻ്റെ വീട്ടുകാരോടും അവൻ എൻ്റെ വീട്ടുകാരോടൊക്കെ സംസാരിക്കാറുണ്ട്. പപ്പാ, ഇവൻ വെറുതെ പറയുന്ന. ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. എൻ്റെ പപ്പയല്ല, നിന്റെ അമ്മയാ. അലക്സ് പൊട്ടിച്ചിരിച്ചു. പിശാശ്, എന്നെ ചതിച്ചു. ഞാൻ അവനൊരു ചവിട്ട് കൊടുത്ത ശേഷം ഫോൺ പിടിച്ചു വാങ്ങി. ഹലോ അമ്മേ, ഉറങ്ങിയില്ലേ? ഇവിടെ കാവിൽ തെയ്യല്ലേടാ, മറന്നോ? നീ ഈ സമയത്ത് ഡ്രൈവിങ്ങിലായിരിക്കും എന്നറിയാം. അത് അലക്സിനെ വിളിച്ച്. സുഖാണോ നിനക്ക്? അതെ. അച്ഛനോ? അപ്പുറത്തുണ്ട്. നീ എപ്പോഴാണ് വരുന്നേ? ഇവിടെ വന്നിട്ട് ഇപ്പോൾ 1 കൊല്ലമായതല്ലേ ഉള്ളൂ അമ്മ. അവിടെ വന്നിട്ട് ഇപ്പം എന്തിനാ? ആ, അല്ലെങ്കിൽ നിനക്ക് ഞങ്ങളെയൊന്നും കാണണ്ടല്ലോ അല്ലേ? നിനക്കവിടെ സുഖവാസമാണല്ലോ. അറബിയുടെ കൂടെ കറക്കം. അലക്സ് പറഞ്ഞ പോലെ മലയാളി നേഴ്സ്, കുറേ ഫിലിപ്പീനി പെണ്ണുങ്ങൾ. വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഉണ്ടല്ലോ, ഒരു ഫിലിപ്പിൻ്റെ അടുത്ത് ഇരിക്കുന്നു. ഇതൊന്നും അവിടുത്തെ അറബികൾ കാണില്ലേ? അമ്മ, അതാണ് റൂത്ത്. എവിടെ ജോലി ചെയ്യുന്ന? നാട്ടിലെ നമ്പറിലല്ലേ സ്റ്റാറ്റസ് ഇടുന്നു. ഇവർ കാണില്ല, ആ ധൈര്യമുണ്ട്. ആ, അവസാനം ആ റൂത്തിനെയും കൊണ്ട് നീ ഇങ്ങോട്ട് വന്നാലേ നിന്റെ ടൂത്ത് ഞാൻ അടിച്ചിളക്കും. ഏയ്, അത് അലക്സിനുള്ളതാ, എനിക്ക് വേണ്ടായേ. അവൻ്റെ പപ്പയും മമ്മിയും നല്ലൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. നില പോലെ അനുസരണയില്ലാത്തതൊന്നല്ല അവൻ. ഞാനിന്നലെ അവൻ്റെ മമ്മിയെ വിളിച്ചിരുന്നു. ഓഹോ, അപ്പം എല്ലാവരും സെറ്റായല്ലേ? കൊള്ളാം. അമ്മ വെച്ചോ, ഞാൻ നാളെ വിളിക്കാം. ഞാൻ കോൾ കട്ട് ചെയ്ത് ഫോൺ അലക്സിന് കൊടുത്തു. അളിയാ, കാതിരിക്ക് നേരത്തെ വന്നിരുന്നു, നിനക്ക് തരാൻ പറഞ്ഞു. അലക്സ് 50 ദിനാർ എനിക്ക് നീട്ടി. ആ, കഴിഞ്ഞ മാസം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാ. വീട്ടിലെന്തോ അത്യാവശ്യം. എന്നിട്ട് പെട്ടെന്ന് പോയോ? അങ്ങേരുടെ മേഡത്തിനെയും കൊണ്ട് വന്നാ. ഇവിടെ കയറി 5 മിനിറ്റ് സംസാരിക്കുമ്പോഴേക്കും ഇരുന്ന് ഉറക്കം തോന്നുന്നു. ഞാൻ പറഞ്ഞപ്പോൾ നിന്റെ ബെഡിൽ കയറി കുറച്ചു നേരം ഉറങ്ങി. 10 മണി ആവുമ്പോഴേ തിരിച്ചു പോയി. നാളെ വെള്ളിയാഴ്ചയല്ലേ, ഇവിടെ വലിയ പാർട്ടിയുണ്ട്. രാവിലെ വരുമായിരിക്കും. പാവ മനുഷ്യൻ, 3 പെൺമക്കള്, രോഗിയായ ഭാര്യ, വാടക വീട്. എങ്ങനെ ഈ സാലറി കൊണ്ട് ഒപ്പിച്ചു പോകുന്നതെന്ന് അറിയില്ല. ഇവിടെയാണെങ്കിൽ പട്ടിപ്പണി. വയസ്സ് ഇത്രയുള്ളതും കൊണ്ട് കമ്പനിയിലൊന്നും ജോലി ഇട്ടുമില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാനും നീയൊക്കെ ഭാഗ്യന്മാരാ അല്ലേ അലക്സേ? അത് ശരിയാണോ നീ പറഞ്ഞു? ഒരു സഞ്ചി നിറയെ മെഡിസിനായിട്ട് നടക്കുന്നത്. പക്ഷേ പുള്ളിയുടെ ഭാഗത്തും തെറ്റുണ്ട്. 2 പെങ്ങന്മാരെ പഠിപ്പിച്ച് കെട്ടിച്ചു. അവർക്ക് വീടുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടുന്ന് കിട്ടുന്നതെല്ലാം ചെലവഴിച്ചു. അവസാനം ഇപ്പം പെങ്ങന്മാരും അളിയന്മാരും ഇല്ല. കുറച്ചെങ്കിലും സ്വന്തം കാര്യം നോക്കണമല്ലോ. അലക്സ് എഴുന്നേറ്റു. ഞാൻ നാളെ ലീവാ, ഒന്ന് ചർച്ചയിൽ പോകണം. നിനക്ക് വല്ലതും വാങ്ങിക്കാനോടാ? ഏയ് ഇല്ല. അലക്സ് ബാബയുടെ മുറിയിലേക്ക് പോയപ്പോൾ ഞാൻ കുളിച്ച് ബെഡിൽ വന്ന് കിടന്ന ഫോൺ എടുത്തു. അമ്മ കാവിൽ നിന്ന് കുറേ ഫോട്ടോയും വീഡിയോസും എല്ലാം എടുത്ത് അയച്ചിട്ടുണ്ട്. തണുപ്പുള്ള രാത്രികളിൽ ചെണ്ടമേളത്തിൻ്റെ രൗദ്രതാളത്തിൻ്റെ അകമ്പടിയോട് ഉറഞ്ഞാടുന്ന തെയ്യക്കോലങ്ങൾ. നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കൂട്ടുകാരോടൊപ്പം അവിടേക്ക് അലഞ്ഞു തിരിഞ്ഞേനെ. അതൊക്കെ വിട്ട് ഇവിടേക്ക് വന്നു. എന്തിന്? ഒളിച്ചോട്ടം. എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നി. ഫോൺ മാറ്റിവെച്ച് കിടന്നിട്ടും കാതിൽ ചെണ്ടമേളവും ചിലമ്പുലിയും മുഴങ്ങുന്നുണ്ടായിരുന്നു. വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിൻ്റെ സമയമായപ്പോഴേക്കും ഞാൻ ശരിക്കും തളർന്നു. 5 പ്രാവശ്യത്തോളം കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോയി. മാമയുടെ 2 കൂട്ടുകാരികളെ അവരുടെ വീട്ടിൽ കൊണ്ടുവന്നു. അതിനിടയിൽ കാറിൻ്റെ AC കംപ്ലൈൻ്റ് ആയത് വർക്ക്ഷോപ്പിൽ പോയി ശരിയാക്കി. ഒടുവിൽ റൂമിൽ അവശനായി തിരിച്ചെത്തിയപ്പോൾ കാതരിക്ക കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മുടി ചീവുന്നു. കഴിഞ്ഞോ സുജി? അറിയില്ല എൻ്റെ പൊന്നിക്ക. വെള്ളിയാഴ്ച ദിവസം ഇതാണ് എൻ്റെ അവസ്ഥ. ഞാനായിട്ട് വരുത്തി വെച്ചല്ലേ, അനുഭവിക്കാൻ തന്നെ. ഇക്ക പോവാണോ? ആ പിള്ളേരെ അവന്യൂസിൽ കൊണ്ടിട്ടിട്ട് വരും. ആന്മാർ കറങ്ങി ക്ഷീണിക്കുമ്പോൾ വിളിക്കും. അപ്പം കൂട്ടാൻ പോയാൽ മതി. ഇക്കയുടെ വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, വലിയ കുഴപ്പമൊന്നുമില്ല. മൂത്ത മോൾക്കൊരു ആലോചന വന്നിട്ടുണ്ട്. ഇനി അതിനുള്ള വക കണ്ടെത്താനുള്ള പോരാട്ട. എല്ലാം നടക്കും.
രണ്ടാമത്തോൾക്ക് പഠിച്ച് ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം മതിയെന്നാ. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാനും കരുതി. അത് കഴിഞ്ഞിട്ട് വേണം നാട്ടിൽ ചെന്നൊന്ന് വിശ്രമിക്കാൻ. സുജി, നിന്റെ നല്ല പ്രായ. ഇപ്പോൾ ഭാവിയിലേക്ക് എന്തെങ്കിലും സമ്പാദിച്ചു വെക്കണം. എന്നെപ്പോലെ ആവരുത്. പടച്ചോൻ സഹായിച്ച് ഇപ്പം നിനക്ക് അധികം ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. പക്ഷെ നാളൊരു കുടുംബമൊക്കെ ആയാൽ 10 രൂപയ്ക്ക് വേണ്ടി ആരുടെ മുമ്പിൽ കൈ നീട്ടരുത്. ഗൾഫുകാരൻ കടം ചോദിച്ചാൽ ആരും തരില്ല. ആ, അവന്റെ കാര്യം ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആക്കാം. എന്റെ നാട്ടിൽ തന്നെ കിളി പോലത്തെ പെണ്ണിനെ ഞാനവനെ കണ്ടെത്തി കൊടുക്കും. അതും നല്ല സ്ത്രീധനം വാങ്ങിയിട്ട്. അപ്പൊ പിന്നെ പൈസക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ. അലക്സ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. സുജി, ഈ സൈത്താനായിട്ടുള്ള കൂട്ടിട്ട് ജൊയ്വായിക്കോ. അതാണക്ക് നല്ലത്. ചിരിയോടെ കാർത്തിക പുറത്തേക്ക് നടന്നു. നീലയുടെ പുറം ചർച്ചയിൽ പോകുന്നെന്ന്. ആ പോണം, ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവനോട് എത്തിയാൽ വിളിക്കും. ഫുഡ് റെഡിയാടാ? ആ, മായ കിച്ചണിൽ മുടിഞ്ഞ പോരാട്ടത്തില. വെള്ളിയാഴ്ചയെങ്കിൽ ആ കിളവിക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്തൂടെ? ഒന്നുകിൽ ചിക്കൻ മജ്ബൂസ് അല്ലെങ്കിൽ ലഹം മജ്ബൂസ്. എപ്പോൾ നോക്കിയാലും ഇത് തന്നെ കോപ്പ്. ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം. അലക്സ് ടവൽ ഊരിയെറിഞ്ഞ് ജീൻസും ടീഷർട്ടും എടുത്തിട്ടു. അപ്പോഴാണ് കാതിരിക്കയുടെ മേഡത്തിന്റെ ഇളയ മകൻ അഹമ്മദ് അങ്ങോട്ട് ഓടി വന്ന്. സുജി, കാതിർ സ്ലീപ്പിംഗ്. ആ കുട്ടി പരിഭ്രമത്തോടെ പറഞ്ഞു. പിന്നെ പുറത്തേക്ക് വിരൽച്ചുകൊണ്ട്. ഞങ്ങൾക്ക് ആരും മനസ്സിലായില്ല. വാട്ട് ഹാപ്പൻ അഹമ്മദ്? കാതിർ ഇൻസൈഡ് കാർ. അളിയ, എന്തോ പ്രശ്നമുണ്ട്, നീ വാ. അലക്സ് പുറത്തേക്ക് ഓടി. പിന്നാലെ ഞാനും. പാർക്കിങ്ങിലെത്തിയപ്പോൾ കുട്ടികളെല്ലാം കൂടി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ കാറിനരികിലെത്തി ഡോർ തുറന്നു. അവിടെ സ്റ്റെയറിംഗിൽ തലവെച്ച് കിടക്കുകയാണ് കാതിരിക്കുക. ഞാൻ കുലുക്കി വിളിച്ചു. പ്രതികരണമില്ല. നീ മാറിക്കേ. അലക്സ് എന്നെ തള്ളി മാറ്റി. പിന്നെ ഇക്കയെ പിടിച്ച് നേരെ എത്തി പൾസ് പരിശോധിച്ചു. കുറച്ച് കഴിഞ്ഞ് വേദനയോടെ എന്നെ നോക്കി. പോയടാ. എൻ്റെ കൈകാലുകൾ കുഴഞ്ഞു. കുറച്ചു നേരം മുമ്പ് ഞങ്ങളുടെ അടുത്തുനിന്ന് ചിരിയോടെ ഇറങ്ങി നടന്ന മനുഷ്യനാണ്. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ച, ഒടുക്കം ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കിയാക്കി കാതിരിക്ക യാത്രയായിരിക്കുന്നു. അബ്ദുള്ളയും കാതിരിക്കയുടെ ബോസുമെല്ലാം ഓടി വരുന്നുണ്ട്. ഞാൻ തളർച്ചയോടെ നിലത്തേക്കിരുന്നു. ആംബുലൻസ് വരുന്നതും ഇക്കയെ കൊണ്ടുപോകുന്നതുമെല്ലാം സ്വപ്നത്തിലെന്ന പോലെ നോക്കി കണ്ടുകൊണ്ട്. സുജി, നീ ഓക്കെ ആണോ? ബാബയുടെ ചോദ്യം എന്നെ ചിന്തകളിൽ നിന്ന് ഉണർത്തി. ഡോക്ടർ ഐമന്റെ ഫ്ലാറ്റിലേക്കുള്ള യാത്രയിലായിരുന്നു ഞങ്ങൾ. അത്രയും ദൂരം ഞാനോ ബാബയോ ഒന്നും സംസാരിച്ചിട്ടില്ല. പതിവിന് വിപരീതമായി അദ്ദേഹം റേഡിയോ വാർത്തകളും കേട്ടില്ല. രണ്ടുപേരും ഏതോ ലോകത്തായിരുന്നു. ആ, ഞാൻ ഓക്കെയാണ് ബാബ. കാതിറിൻ്റെ ബോഡി നാട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. 20 വർഷത്തിലധികമായി കാതിറിൻ്റെ മകളുടെ വീട്ടിൽ ജോലി ചെയ്തു. അതുകൊണ്ടാ ബോഡിയുടെ കൂടെ സുലൈമാൻ പോയത്. അതാണല്ലോ മര്യാദ. ഇക്കയുടെ മേഡത്തിന്റെ ഭർത്താവ് മൃതദേഹത്തിന്റെ കൂടെ പോയ കാര്യം മായ പറഞ്ഞ് ഞാൻ അറിഞ്ഞിരുന്നു. ഒരു നല്ല മനുഷ്യനായിരുന്നു ബാബ. 2 പെൺമക്കളാ. സ്വന്തമായിട്ട് വീട് പോലും ഇല്ല. ഒരുപാട് സാധനങ്ങളുമായിട്ട് ലീവിന് വരുന്ന വാപ്പയെ കാത്തിരിക്കുന്ന മക്കളും ഭർത്താവിനെ കാത്തിരിക്കുന്ന ഭാര്യയും. ഈ ബോഡി അവിടെ എത്തുമ്പോൾ എങ്ങനെ സഹിക്കും? ഞാൻ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനോടൊന്ന് സംസാരിച്ചിരുന്നു. മരിച്ച വിവരം വീട്ടുകാർ ഇതുവരെ അറിയിച്ചിട്ടില്ല. അറിയുമ്പോൾ അവരെങ്ങനെ താങ്ങും? ഇനി ആ കുടുംബത്തിന് ആരുണ്ട്? സങ്കടം കൊണ്ട് എൻ്റെ ശബ്ദമിടറി. ബാബൻ്റെ തോളിൽ തട്ടി. അതാണ് സുജി ജീവിതം. നമുക്ക് വേണ്ടപ്പെട്ടവർ പാതിയിൽ നഷ്ടപ്പെടും. പലതും സഹിച്ച് മുന്നോട്ട് പോയേ പറ്റൂ. പിന്നെ കാതറിൻ്റെ വീട്ടുകാരുടെ കാര്യം ആലോചിച്ച് നീ വിഷമിക്കണ്ട. ഇത്രയും വർഷം ഞങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്ത ഒരാളുടെ കുടുംബത്തെ ഞങ്ങളങ്ങനെ വിട്ടുകളയില്ല. വേണ്ടതൊക്കെ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു തിരിച്ചു വിളിക്കുമ്പോൾ കാതർ പോയി. അങ്ങനെ ചിന്തിക്കുക. ഐമൻ്റെ ഫ്ലാറ്റ് എത്തിയോ? എന്നെ അകത്ത് വിട്ടിട്ട് നീ വീട്ടിലേക്ക് പോയിക്കോ. ഞാൻ ഐമൻ്റെ കൂടെ വന്നോളാം. ഞാൻ ഡോർ തുറന്നു. ബാബയെ ഫ്ലാറ്റിലിരുത്തി താഴെ ഇറങ്ങിയപ്പോഴാണ് മൊബൈൽ ശബ്ദിച്ച്. പരിചയമില്ലാത്ത നമ്പരാണ്. ഹലോ സുജിത്ത്, ഇത് ഞാനാ, രോഷിനി. ഞാൻ അമ്പരുന്നു. ഇവളെന്തിന് എന്നെ വിളിക്കണം? തിരിച്ചുകൊണ്ടുവരാനുള്ള സമയമില്ലല്ലോ. എൻ്റെ ഫോണിൽ ബാലൻസ് ഇല്ല. അതാ റൂത്തിൻ്റെ ഫോണിൽ ഞാൻ വിളിക്കുന്നത്. എന്താ? ഞാൻ തീരെ മയമില്ലാതെ ചോദിച്ചു. എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? പറഞ്ഞോ, പറ്റുന്നതാണ് ചെയ്യാം. എനിക്കൊരു 100 ദിനാർ കടം തരുമോ? സാലറി വന്നാലോട്ടെ തിരിച്ചു തന്നേക്കാം. മാഡത്തിനോട് ചോദിക്കാനൊരു മടി. ഞാൻ അവരുടെ സ്ഥിരം സ്റ്റാഫല്ലല്ലോ. അപ്പോൾ അതാണ് കാര്യം. രാവിലെയും വൈകിട്ടും കാറിൽ സഞ്ചരിക്കുമ്പോൾ ഒരു വാക്ക് പോലും മിണ്ടാത്തവള് ഇപ്പോൾ വിളിച്ച അവൾക്കൊരു ആവശ്യം വന്നോണ്ടാ. ഈ മാസം ശമ്പളം കിട്ടിയപ്പോൾ ഞാൻ നാട്ടിലേക്ക് അയച്ചില്ലെന്ന കാര്യം മായോ അലക്സ് അവളോട് പറഞ്ഞിട്ടുണ്ടാവും. പേടിക്കണ്ട, ഞാൻ എന്തായാലും തിരിച്ചു തരും. പേടിയൊന്നുമില്ല, ഞാനിപ്പോൾ പുറത്താ. എത്തിയിട്ട് പോരെ? ഞാനൊരു അക്കൗണ്ട് നമ്പർ എന്നാൽ അതിലേക്ക് അയക്കാമോ? ഞാൻ മൂളി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വാട്സാപ്പിലൊരു മെസ്സേജ് വന്നു. ഞാൻ തുറന്നു നോക്കി. രാധാകൃഷ്ണൻ എന്നയാളുടെ പേരുള്ള അക്കൗണ്ടാണ്. അവിടെ അച്ഛനായിരിക്കും. ആരായാലും എനിക്കെന്താ? ഒരു സഹായം ചോദിച്ചു, ചെയ്തു കൊടുത്തേക്കാം. ഇനി അതോ കാശ് തിരിച്ചു തന്നില്ലെങ്കിൽ അബ്ദുള്ളയുടെ പരാതി പറഞ്ഞാൽ ബാക്കിയാവും നോക്കിക്കോളും. ഞാൻ കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. കാതിരിക്കയുടെ വീട്ടിൽ എല്ലാം നോർമലായിട്ടുണ്ടാവും അലക്സേ?
എൻ്റെ ചോദ്യം കേട്ട് അലക്സ് തിരിഞ്ഞു നോക്കി. ബാത്റൂമിൽ നിന്ന് ഡ്രസ്സ് കഴുകിയാണ് അവൻ. ഞാനതിൻ്റെ പുറത്തുനിന്ന് സിഗരറ്റ് വലിക്കുന്നു. മരിച്ചിട്ട് 1 മാസം കഴിഞ്ഞില്ല അളിയ. ഇപ്പം അവരതായിട്ട് പൊരുത്തപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടാവും. മനുഷ്യൻ്റെ കാര്യമൊക്കെ അത്രയേ ഉള്ളൂ. മരിച്ച അന്ന് നാട്ടുകാരും ബന്ധുക്കളും സങ്കടപ്പെടും. കുറച്ച് ദിവസം വീട്ടിലുള്ളവർ കരയും. പിന്നെ അത് കുറഞ്ഞു വരും. അവസാനം ചുമരിലൊരു പടായിട്ട് അങ്ങ് ഒതുങ്ങി തീരും. അവൻ എഴുന്നേറ്റ് അലക്കിയ ഡ്രസ്സുകൾ വാരിയെടുത്തു. എന്തായാലും നാട്ടിൽ ചെന്നിട്ട് ഒരു ദിവസം ആലപ്പുഴക്ക് വേണം, ഇക്കയുടെ വീട്ടിലേക്ക്. ഞാൻ തലയാട്ടി. കോറിഡോറിലൂടെ ആരോ നടന്നു വരുന്ന ശബ്ദം കേട്ട് ഞാൻ എത്തി നോക്കി. റോഷ്നിയായിരുന്നു. അവൾ എൻ്റെ കയ്യിലെ സിഗരറ്റ് ശ്രദ്ധിക്കുന്ന കണ്ടിവിടെ ഞാനത് നിലത്തേക്കിട്ട് ചവിട്ടിക്കെടുത്തി. എന്നെ കൊണ്ടുവിടാൻ മാഡം പറഞ്ഞു. അതെ, ഇന്നത്തോടെ ഇവിടുത്തെ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. മാഡം ഇപ്പോൾ ഓക്കെ ആണല്ലോ. അത് കേട്ടപ്പോൾ എനിക്ക് കാരണമറിയാത്തൊരു നോവ് അനുഭവപ്പെട്ടു. നാളെ മുതൽ റോഷ്നിയില്ല. കാര്യമായൊന്നും സംസാരിക്കാറില്ലെങ്കിലും ഇത്രയും ദിവസം കൂടെ ഉണ്ടായിരുന്ന ആളെ ഇനി കാണാൻ പറ്റില്ലെന്നറിയുമ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു വിഷമം തോന്നുമല്ലോ. ഞാൻ കാറിൻ്റെ കീയും എടുത്ത് അവിടെ കൂടെ പുറത്തേക്ക് നടന്നു. വേറെ എവിടെയെങ്കിലും ജോലി ശരിയായോ? ഇല്ല, ശ്രമിക്കുന്നുണ്ട്. തനിക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കിട്ടുമോ നോക്കിക്കൂടെ? ഇവിടെ നേഴ്സുമാർക്ക് നല്ല സാലറി ഉണ്ടല്ലോ. ഞാൻ ജനറൽ നേഴ്സിംഗാണ് സുജിത്തെ. ഇവിടെയൊക്കെ BSc നേഴ്സിംഗ് വേണം. പിന്നെ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കാനുള്ള പ്ലാനൊന്നുമില്ല. വിസ തീരുമ്പോൾ തിരിച്ചു പോകണം. സുജിത്തിൻ്റെ വീട് കണ്ണൂരാണല്ലേ? അലക്സ് പറഞ്ഞിരുന്നു. ഭാഗ്യം, ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ. ലാസ്റ്റ് ഡേ ആയതുകൊണ്ടാവും സംസാരിക്കുന്നത് അല്ലേ? എന്താ അങ്ങനെ പറഞ്ഞേ? ആദ്യം കണ്ടപ്പോൾ മുതൽ ചോദിച്ചതിന് പോലും മറുപടി ഉണ്ടായിരുന്നില്ല. പക്ഷെ അലക്സിനോട് മാത്രം സംസാരിക്കും. എന്നെ കാണുമ്പോൾ അത്രയ്ക്ക് ദുഷ്ടനാണെന്ന് തോന്നുന്നുണ്ടോ? അതോ ഡ്രൈവർ നേഴ്സിനേക്കാൾ താഴെ ആയതുകൊണ്ടാണോ? റോഷ്നി എന്ന് ചിരിച്ചു. എൻ്റെ അച്ഛനൊരു ഓട്ടോ ഡ്രൈവറായിരുന്നു. ആ തൊഴിൽ കൊണ്ട് എന്നെ വളർത്തിയും പഠിപ്പിച്ച്. എനിക്കങ്ങനെ യാതൊരു വലിപ്പച്ചെറുപ്പമില്ല. പിന്നെ ആദ്യത്തെ ദിവസം സംസാരിക്കുന്നത് പേടിച്ചിട്ടാ. ഇയാളെ പരിചയമില്ലല്ലോ. പിന്നെ തൻ്റെ കൂടെ വരുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ മിണ്ടണമെന്ന് കരുതും. പക്ഷെ എന്തോ ഒരു മടി. താനാണ് ഈ കാറി കയറിയ ഉടനെ ഉറക്കിയ പാട്ട് വെക്കും. അതെന്നെ അവഗണിക്കാനാണ് തോന്നിയോണ്ടാ പിന്നീട് സംസാരിക്കാൻ ശ്രമിക്കാതിരുന്നത്. അലക്സേ, ഞാൻ പോവാട്ടോ. നാളെ മുതൽ കാണില്ല. എന്നാലും ഇടയ്ക്ക് വിളിക്ക്. എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്. തനിക്ക് ജോലി ഉണ്ടെന്നാൽ ഞാനും ഹെൽപ്പ് ചെയ്യാം. അലക്സ് അവൾക്ക് ഷേക്ക് ഹാൻഡ് നൽകി. ഞാൻ കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. റോഷ്നി മുൻസീറ്റിൽ വന്നിരുന്നു. സാധാരണ അവൾ പുറകിലാണ് ഇരിക്കാറ്. ആശ്ചര്യം തോന്നിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ഞാൻ കാറ് മുന്നോട്ടെടുത്തു. റോഷ്നി പാലക്കാട് എവിടെയാ? നെന്മാറ. വന്നിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടുണ്ട്. വീട്ടിലാരൊക്കെയുണ്ട്? അമ്മയും അനിയനും. അച്ഛൻ മരിച്ചിട്ട് കുറേ വർഷമായി. അപ്പോൾ ഈ രാധാകൃഷ്ണൻ അമ്മയുടെ കസിനാ. ഇങ്ങോട്ട് വരാനുള്ള കാശ് പുള്ളി തന്ന. ഞാൻ കുറച്ചായിട്ട് കൊടുത്തു തീർക്കുകയായിരുന്നു. ഇടയ്ക്ക് അമ്മയ്ക്ക് വയ്യാതായപ്പോൾ അത് മുടങ്ങി. അദ്ദേഹത്തിന് കാശിൻ്റെ അത്യാവശ്യം അറിഞ്ഞോണ്ടാ സുഹിത്തിൻ്റെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങിയത്. അവൾ ബാഗ് തുറന്ന് പൈസ എടുത്ത് എൻ്റെ നേരെ നീട്ടി. തൻ്റെ കയ്യിൽ വെച്ചോ? പുതിയ ജോലിയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് തന്നാൽ മതി. അത് വേണ്ട, കടങ്ങൾ എന്നൊരു തലവേദനയാണ്. എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല. നിർബന്ധിച്ചപ്പോൾ ഞാനത് വാങ്ങി പോക്കറ്റിലിട്ടു. സത്യം പറഞ്ഞാൽ ആ വീട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മാഡം, സാറ്, ബാബ, ഇവരൊക്കെ എന്ത് നല്ല പെരുമാറ്റം. അവിടെ ജോലി ചെയ്യുന്നവർ അതുപോലെ തന്നെ. വീടൊക്കെ സൂപ്പറാ. പക്ഷെ ഞാൻ അടുത്ത വർഷം നാട്ടിൽ പോകും. പിന്നെ തിരിച്ചു വരില്ല. നന്നായി സമ്പാദിച്ചാണോ അല്ലേ? പിന്നില്ലാതെ കണ്ണൂർ കളക്ടറിൻ്റെ അടുത്ത് ഒരു വലിയ ഷോപ്പിംഗ് മാൾ പണിതിട്ടുണ്ട്. ഒരു കാര്യമില്ലാതെ ഒരാൾ ജോലി മതിയാക്കും. എനിക്ക് കുറച്ച് കടങ്ങളുണ്ടായിരുന്നു. അത് തീർക്കാനേ ഞാൻ വന്നു. തീർന്ന ഉടനെ പോവുകയും ചെയ്യും. എനിക്കങ്ങനെ വലിയ കടങ്ങളൊന്നുമില്ല. ഒരു ചേഞ്ചിന് ഇങ്ങോട്ട് വന്നു. ഇപ്പം അടുത്തു. ഇനി ദുബായി പോകണം. അങ്ങനെ ഓരോ രാജ്യങ്ങളിലേക്കും. റോഷ്നി ചിരിച്ചു. ജീവിതം ആസ്വദിക്കാനല്ലേ, നടക്കട്ടെ. സംസാരത്തിനിടയിൽ കാർ അവളുടെ താമസ സ്ഥലത്തെത്തി. പോട്ടെ സുജിത്തെ. അതെ, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ സിഗരറ്റ് വലിക്കാൻ നിർത്തണം കേട്ടോ. ഈ ദുശീലം കാരണം എനിക്ക് എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ട്. ഞാനങ്ങനെ ചെയിൻ സ്മോക്കറൊന്നുമല്ല. എന്നാലും വേണ്ട. എന്തിനാ ആരോഗ്യം കളയുന്നത്? സിഗരറ്റ് വാങ്ങുന്ന കാശിന് വല്ലതും വാങ്ങി കഴിക്കുക. റോഷ്നി, ഫേസ്ബുക്കിൽ കണ്ടൊരു വാർത്തയുണ്ട്. സത്യമാണോ കള്ളാണെന്നൊന്നും അറിയില്ല. ഒരാൾ സിഗരറ്റ് വലി നിർത്തി സിഗരറ്റ് വാങ്ങാനുള്ള പൈസ കുറേ വർഷം കൂട്ടിവെച്ച് ഒരു കാറ് വാങ്ങി. പക്ഷെ ആ കാർ ആക്സിഡൻ്റ് ആയിട്ട് പുള്ളി മരിച്ചു. അതായത് വരാനുള്ളത് എങ്ങനെയായാലും വരുമെന്ന് അർത്ഥം. തന്നെ ഉപദേശിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ പോവാ. ഇടയ്ക്ക് ഫോൺ വിളിക്കേ. പുഞ്ചിരിയോടെ അവൾ ഇറങ്ങി അകത്തേക്ക് നടന്നു. ദിവസങ്ങൾ കടന്നുപോയി റോഷ്നിയുമായിട്ട് നല്ലൊരു സൗഹൃദം ഉടലെടുത്തു. പക്ഷേ അതിനിടക്കാണ് അവർക്കിടയിൽ ആ സംഭവം നടന്നത്. എന്താണത്? കാത്തിരിക്കാം. ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.